പിന്നെ വൈകിയില്ല. റൈഫിളിൽ നിന്ന് ആദ്യത്തെ ബുള്ളറ്റ് ചീറി വന്നു. സെർച്ച് ലൈറ്റുകളിൽ ഒന്ന് ചിതറിത്തെറിച്ചു. സഹായിക്കാൻ കാടിനുള്ളിൽ നിന്നും ചെലവരാജും കൂട്ടരും എത്തി. തലങ്കും വിലങ്ങും വെടിയുണ്ടകൾ പാഞ്ഞു. ഗാർഡുകളോടൊപ്പം ഭൈരവന്റെ സഹായികളും വെടിയേറ്റു വീണു. പിടിച്ചു നിൽക്കാനാവില്ലെന്ന് അറിഞ്ഞപ്പോൾ ഭൈരവൻ തിരിഞ്ഞോടി. കാടിന്റെ മുക്കും മൂലയും പരിചിതമായിരുന്നതുകൊണ്ട് മാത്രമാണ് അന്ന് അയാൾക്ക് രക്ഷപ്പെടാനായത്. ബുള്ളറ്റുകളുടെ മുഴക്കം നിലച്ചപ്പോൾ തലകുനിച്ച് നിന്നിരുന്ന പണിക്കരുടെ മുഖത്ത് മേനോന്റെ കൈത്തലം ഒരു മിന്നൽ തീർത്തു. കാടിനപ്പുറത്ത് തനിക്ക് പ്രോട്ടോകോൾ എന്നൊരു രക്ഷാകവചമുണ്ട്. ഇതുപോലെ ചൂടുള്ള ഒരെണ്ണം അപ്പൊ തരാൻ പറ്റില്ല. ഇനി ഈ കൈകൊണ്ട് തനിക്കൊരു സല്യൂട്ട് കിട്ടില്ലടോ. ഭൈരവന്റെ കാല് നക്കി നടക്കുന്ന മറ്റൊരു കാട്ടുകളനെ മന്ത്രിയായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ട. നാളെ രാവിലെ CM-നെ കാണുന്നുണ്ട് ഞാൻ. ഈ ക്യാമറയിലെ ഫിലിം റോൾ എല്ലാ കഥകളും വിളിച്ചു പറഞ്ഞോളൂ. പക്ഷേ റേഞ്ച് ഓഫീസിനടുത്ത് വെച്ച് ഭൈരവൻ പുതിയൊരു കഥ എഴുതി. ഇരുട്ടിൽ നിന്നൊരു ബുള്ളറ്റ് ചീറി വന്നു മേനോന്റെ ചങ്കു തുളച്ചു. ആ രാത്രി ഒരു തീപ്പൊട്ട് അയാളുടെ വീട്ടിലേക്ക് പറന്നു ചെന്നു. അവിടെയും ആരും ബാക്കിയില്ല. പക്ഷേ ഒരു നിയോഗം പോലെ വിധി അർജുനെ കാത്തുവെച്ചു. അവനന്ന് മൂന്നാറിലായിരുന്നു. കാടരിച്ച് തേടിയതാണ് അന്ന് മേനോന്റെ പക്കലുണ്ടായിരുന്ന ക്യാമറ. കിട്ടിയില്ല. ഇപ്പോഴറിയാം അതിലുണ്ടായിരുന്ന ചിത്രമാണ് അർജുന്റെ കയ്യിലുള്ളത്. ആരാണ് അത് അവന് കൊടുത്തത്? ചോര പുരണ്ട കഥകളോടൊപ്പം. കാറ് ബംഗ്ലാവിലെ പോർച്ചിലെത്തി നിന്നു. തീ പിടിച്ച ഫ്ലാഷ് ബാക്ക് മനസ്സിൽ നിന്നും മായ്ച്ചു കളഞ്ഞ തമ്പി ഇറങ്ങി. അയാൾ സെൽഫോൺ എടുത്തു. ആരെയാണ് ആദ്യം വിളിക്കേണ്ടത്? ഭൈരവനെയോ അതോ പണിക്കരെയോ? അപ്പോൾ ഫ്ലവർ ഹൗസിൽ ഒരു പത്രസമ്മേളനം നടക്കുന്നുണ്ടായിരുന്നു. ഹാൾ നിറയെ പത്രലേഖകരും ചാനലുകളുടെ ക്യാമറാമാൻമാരും. പണിക്കർ പറഞ്ഞു, നിങ്ങളൊക്കെ എന്റെ സുഹൃത്തുക്കളാ. വെൽവിഷേഴ്സ് എന്ന് പറയുന്നതാ കൂടുതൽ ശരി. ന്യൂസ് ചാനലിന്റെ റിപ്പോർട്ടർ സന്തോഷ് പറഞ്ഞു. അഞ്ജന നേരിട്ടെല്ലാം ഞങ്ങളോട് പറഞ്ഞതാണ് സർ. ചൂടാറണതിന് മുമ്പ് അത് തിരുത്തേണ്ടി വന്നില്ലേ നിങ്ങൾക്ക്? ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. കുറ്റം ആരോപിക്കപ്പെടുന്നവര് VIP-കളാണെങ്കിൽ സത്യാവസ്ഥ അന്വേഷിച്ചറിയണം. പിന്നെയും ചോദ്യം വന്നു. തീയില്ലാതെ പുകയുണ്ടാവുമോ സർ? 2 ഗുണ്ടകളുടെ പേരാ അവൾ ആദ്യം പറഞ്ഞത്. ഒടുവിൽ സാറിന്റെ പേരും. പണിക്കർ മെല്ലെ നിശ്വസിച്ചു. എനിക്കിപ്പോ ശനിദശയാ കുട്ടി. ആവശ്യമില്ലാതെ പഴി കേൾക്കേണ്ടി വരുമെന്ന് ജാതകത്തിലുണ്ട്. തലയിൽ എഴുതിയിട്ടുള്ളതാ. തലോടിയാ പോയില്ലല്ലോ. മറ്റൊരാൾ ചോദിച്ചു. അഞ്ജനയെ ഭീഷണിപ്പെടുത്തി മാറ്റി പറയിച്ചതല്ലേ എല്ലാം? പണിക്കർ പറഞ്ഞു. ദേശസ്നേഹി പത്രത്തിന്റെ ആളല്ലേ താൻ? അതാ ഇങ്ങനെയുള്ള തലതിരിഞ്ഞ ചോദ്യം. തിരുവനന്തപുരത്തുള്ള ഞാൻ എങ്ങനെയാ ഗോപി ആലുവയിൽ പോയി ആ പെണ്ണിനെ പേടിപ്പിക്കുന്നത്? മാറ്റി എഴുതല്ലേ. പീഡിപ്പിക്കണമെന്നല്ല, പേടിപ്പിക്കണമെന്നാ ഞാൻ പറഞ്ഞത്. കൂട്ടച്ചിരി ഉയർന്നു. പണിക്കർ എഴുന്നേറ്റ് വാച്ചിൽ നോക്കി. അയ്യോ, സമയം ഒരുപാടായി. 10 മണിക്ക് ഒരു ഗുളിക കഴിക്കാനുള്ളതാ. ന്യൂസ് ചാനലിന്റെ റിപ്പോർട്ടർ ഇടയ്ക്ക് കയറി. ആ ശ്രീധരന് ഒരു കേസുണ്ടല്ലോ സർ കോടതിയിൽ. ഇനി അതിന്റെ ഗതി എന്താവും? കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് പണിക്കർ പറഞ്ഞു. ഡൈനിങ് ഹാളിൽ മട്ടനും ചിക്കനും ഒക്കെ കാത്തിരിക്കുന്നുണ്ട്. ചൈനീസ് സ്റ്റൈലുള്ള പ്രിപ്പറേഷനാ. പിന്നെ സ്റ്റോർ റൂമിലും ഉണ്ട് അല്പം സന്തോഷം. സ്നേഹത്തോടെ തരണതാ ഞാൻ. മന്ത്രി മദ്യം വിളമ്പിന്ന് തന്റെ ചാനലിൽ കാട്ടി ഇനി എന്നെ നാറ്റിക്കരുത്. പ്രൈവറ്റ് റൂമിലെത്തി വെള്ളം ചേർക്കാതെ 2 ലാർജ് അടിച്ചപ്പോഴാണ് മനസ്സിന്റെ കത്തലടങ്ങിയത്. അപ്പോൾ മേശപ്പുറത്തിരുന്ന സെൽഫോൺ ശബ്ദിച്ചു. ലൈനിൽ മാധവൻ തമ്പിയായിരുന്നു. എവിടെ ആയിരുന്നടോ താൻ? ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു തമ്പി. തന്റെ മറ്റേടത്ത് ഒരു പ്രസ് കോൺഫറൻസ്. അർജുന് നമ്മളൊരു ഷോക്ക് കൊടുത്തില്ലേ? തിരിച്ചവൻ ഒരെണ്ണം ഇങ്ങോട്ട് തന്നു പണിക്കരെ. പണിക്കർ പേടിയോടെ ചോദിച്ചു. എന്താ? ഭൈരവൻ ജീവനോടെ ഉണ്ടെന്ന് അവൻ എന്നോട് പറഞ്ഞു. എന്റെ ഈശ്വരാ! പണിക്കരുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി. മേനോനെ കൊന്നത് ഭൈരവനല്ലേ എന്നവൻ എന്നോട് ചോദിച്ചു. നമ്മൾ സംശയിച്ചതൊക്കെ ശരിയാ പണിക്കരെ. അന്ന് മറയൂരിൽ നടന്നതൊക്കെ അർജുൻ അറിയാം. മേനോനെടുത്ത നമ്മുടെ പണം തന്നെയാ അവന്റെ കയ്യിലുള്ളത്. അഞ്ജനയുടെ കേസിൽ നിന്ന് തലയൂരിയതുപോലെ അത്ര എളുപ്പം ഈ കേസിൽ നിന്ന് തലയൂരാൻ പറ്റില്ല. പണിക്കർ ചോദിച്ചു. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? തമ്പിയുടെ സ്വരം ദൃഢമായിരുന്നു. വേറൊന്നും ചെയ്യാനില്ല. അച്ഛന്റെ പിന്നാലെ തന്നെ മകനും പോയിക്കോട്ടെ. പണിക്കർ തടഞ്ഞു. വേണ്ട തമ്പി. പെട്ടെന്ന് അവൻ ചത്തുപോയ അഞ്ജനയുടെ കഥയുമായിട്ട് പത്രക്കാരത് കൂട്ടി വായിച്ചൊന്നു വരും. പിന്നെ അവന്മാര് എന്തൊക്കെ എഴുതി പിടിപ്പിക്കുമെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. നെറികെട്ട വർഗമാ. വിശ്വസിക്കാൻ കൊള്ളില്ലടോ. പോരാത്തതിന് എല്ലാം ലൈവായി കാണിക്കാൻ കുറെ ചാനലുമുണ്ട്.
പഴയ കാലമല്ല, സൂക്ഷിക്കണം. തമ്പിക്ക് ദേഷ്യം വന്നു. തനിക്കറിയില്ല പണിക്കരെ, വല്ലാത്തൊരു ജന്മം അവന്റെ. വൈകിയ എന്നീ തന്നെ ഭൈരവനെയും ഇരുമ്പഴി എണ്ണിക്കും അവൻ. പണിക്കർ ചോദിച്ചു. അതിന് സോളിഡ് എവിഡൻസ് ആയി എന്തെങ്കിലും ഉണ്ടോ തമ്പി അവന്റെ കയ്യിൽ? താൻ പറഞ്ഞ ആ ഫോട്ടോ അല്ലാതെ. നമ്മൾ ഒന്നിച്ച് ഭൈരവനെ കണ്ടത് ഒരു സന്ധി സംഭാഷണത്തിനാണെന്ന് വാദിച്ചുകൂടെ നമുക്ക്? തമ്പി മിണ്ടിയില്ല. ഏതായാലും ഞാൻ അവനെ ഒന്ന് കാണട്ടെ, എന്നിട്ട് മതി കടുത്ത തീരുമാനങ്ങളൊക്കെ. തമ്പി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് പണിക്കർ ലൈൻ കട്ട് ചെയ്തു. നേരം പുലർന്നപ്പോൾ അഞ്ജനയുടെ വീടിന് മുന്നിൽ വാഗണർ മുരൾച്ചയോടെ വന്നു നിന്നു. അകത്ത് തളർന്നു കിടന്നിരുന്ന അഞ്ജന വേവലാതിയോടെ പിടഞ്ഞെഴുന്നേറ്റു. കയ്യിൽ ഒരടുക്ക് പത്രങ്ങളുമായിട്ടാണ് അർജുൻ കാറിൽ നിന്നിറങ്ങിയത്. ഉമ്മറത്തുണ്ടായിരുന്ന സത്യനെ തീർത്തും അവഗണിച്ചുകൊണ്ട് അയാൾ മുറിയിലേക്ക് കടന്നു. പേടിച്ചരണ്ട് നിന്നിരുന്ന അഞ്ജനയുടെ മുന്നിലേക്ക് പത്രങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് അർജുൻ ഗർജിച്ചു. വായിക്ക്, വായിച്ച് രസിക്ക്. നീ പറഞ്ഞ മഹത് വചനങ്ങൾ മുഴുവനും ഇതിലൊക്കെ അച്ചടിച്ചു വന്നിട്ടുണ്ട്. അന്നേ ജോയി രഘുവും പറഞ്ഞതാ നിന്നെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന്. നീ ഒരു പിഴയാണെന്ന്. അത് തന്നെ സംഭവിച്ചു. പറഞ്ഞതൊക്കെ ചൂടാറുന്നതിന് മുമ്പേ മാറ്റി പറഞ്ഞു. ഒക്കെ പോലീസ് ചെയ്തതാണത്രേ. അടിച്ച് കാരണം പോയ്ക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഒരു പെണ്ണിന്റെ രൂപമുണ്ടായി പോയി നിനക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഏതെങ്കിലും ഒരു പരാതിയും കൊണ്ട് എന്റെ കൺവെട്ടത്തെങ്ങാനും വന്ന പെണ്ണാണെന്നൊന്നും ഞാൻ നോക്കില്ല. നിയന്ത്രണം നഷ്ടപ്പെട്ട് അഞ്ജന പൊട്ടിക്കരഞ്ഞു. പൂങ്കണ്ണീരൊഴുക്കിയ ഞാൻ മാപ്പ് തരുമെന്നൊന്നും കരുതണ്ട. നീ അപമാനിച്ചത് എന്നെ മാത്രമല്ല, ഈ നാട്ടിലുള്ളവരെ ആകെ. അങ്ങനെ ചെയ്യാൻ തമ്പി എത്ര ലക്ഷം തന്നു നിനക്ക്? അതൊക്കെ നേരത്തെ ആടിക്കൂടായിരുന്നോ? എന്തിനാ എന്നെ വിഡ്ഢിവേഷം കെട്ടിച്ചത്? ഇപ്പോഴെനിക്ക് സംശയമുണ്ട്, നീ തന്ന പരാതി സത്യമാണോന്ന്. ഇഴഞ്ഞു വലിഞ്ഞ് സത്യൻ അകത്തേക്ക് വന്നു. അർജുന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് അയാൾ പറഞ്ഞു. ഇനി അവളെ വഴക്ക് പറയല്ലേ സർ. എല്ലാത്തിനും കാരണം ഞാനാ. എന്റെ ജീവൻ രക്ഷിക്കാനാ അഞ്ജനയ്ക്ക് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത്. അർജുൻ സത്യനെ മെല്ലെ പൊക്കി എഴുന്നേൽപ്പിച്ചു. സത്യൻ നടന്നതെല്ലാം അയാളോട് തുറന്നു പറഞ്ഞു. അപ്പോൾ അഞ്ജനയ്ക്കും സംസാരിക്കാനുള്ള ധൈര്യം കിട്ടി. മറ്റെന്തിനെക്കാട്ടിലും പ്രിയപ്പെട്ടതാ എനിക്ക് എന്റെ ഏട്ടന്റെ ജീവൻ. പാണ്ടിലോറി കയറ്റി കൊല്ലുമെന്ന് പറഞ്ഞപ്പോ അവൾ വിതുമ്പി. അർജുൻ പറഞ്ഞു. കുറുക്കന്റെ കൗശലമുള്ള കറ തീർന്ന ക്രിമിനലാണ് മാധവൻ തമ്പി. നിന്നെയാൾ ബ്ലാക്ക്മെയിൽ ചെയ്യാനിടയുണ്ടെന്ന് ഞാൻ കരുതേണ്ടതായിരുന്നു. വിഷമിക്കേണ്ട, ഇപ്പോഴവൻ ജയിച്ചോട്ടെ. ശ്രീധരനും പുറത്തു വന്നോട്ടെ. കുരുക്കാൻ മറ്റൊരു വലയുണ്ടാക്കിക്കോളാം ഞാൻ. അന്ന് വൈകുന്നേരം വനം മന്ത്രി ഗോവിന്ദ പണിക്കർ ടിബിയിലെത്തി. ഒരു ഘോഷയാത്രയ്ക്ക് വേണ്ട പരിവാരങ്ങളുണ്ടായിരുന്നു. ഒപ്പം എസ്കോർട്ട് വാഹനങ്ങളെ കൊണ്ട് റോഡ് നിറഞ്ഞു. പീപ്പിൾസ് യൂണിയനിലെ അണികൾ അയാളെ കാണാൻ കടൽ പോലെ ഒഴുകിയെത്തി. മുദ്രാവാക്യങ്ങൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. ഒപ്പം പോലീസിനെതിരായി പോർവിളികളും മുഴങ്ങി. മുറിയുടെ വാതിൽക്കൽ നിന്നിരുന്ന അർജുന്റെ അടുത്തേക്ക് ഒരു പരിഹാസ ചിരിയോടെ പണിക്കർ നടന്നു ചെന്നു. അർജുൻ അയാളെ സല്യൂട്ട് ചെയ്ത് മുറിയിലേക്ക് കയറി. പണിക്കർ അയാളെ കണ്ണുകൾ കൊണ്ട് ആകെയൊന്നൊഴിഞ്ഞു. എന്താ അർജുൻ, നനഞ്ഞൊരു ഏറുപടക്കം പോലെ? നിന്റെ സല്യൂട്ടിനിപ്പോ പഴയ കരുത്തില്ലല്ലോ. പിന്നാലെ ചെന്ന് അർജുൻ പറഞ്ഞു. കരുത്ത് കാട്ടേണ്ടത് സല്യൂട്ട് ചെയ്യുമ്പോഴല്ലല്ലോ സർ, ഒരു ക്രിമിനലിന്റെ കവിളടച്ചൊന്ന് കൊടുക്കുമ്പോഴല്ലേ. അങ്ങേ പോലുള്ള ഒരു VVIPക്ക് ഇപ്പോഴതിന്റെ ആവശ്യമില്ല. പണിക്കരുടെ മുഖം ചുവന്നു. പണ്ടേ എനിക്കറിയാം, ചോരയ്ക്ക് കൊതിക്കുന്ന ഒരു ചെന്നായുടെ മനസ്സാ നിനക്ക്. ഇങ്ങനെ ഒരു കുപ്പായം ഇട്ടു പോയതുകൊണ്ട് മാത്രമാ നീ ഒരു പോലീസായത്. അപ്പോഴും അർജുന്റെ ശബ്ദത്തിലെ മാർദ്ദവം കുറഞ്ഞില്ല. എപ്പോഴും ജയ് വിളിക്കാൻ ഇങ്ങനെ കുറെ കഴുതകൾ ഉള്ളത് കൊണ്ടല്ലേ അങ്ങൊരു മന്ത്രിയായത്? അല്ലെങ്കിൽ ഭൈരവനെ പോലെ ഒരു കാട്ടുകള്ളനാവുമായിരുന്നില്ലേ അങ്ങ്? ഉരുളയ്ക്കുപ്പേരി പോലെയുള്ള മറുപടി കിട്ടിയപ്പോൾ പണിക്കരൊന്ന് പതറി. അർജുൻ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്ക്. ഇപ്പോ ആ പിശാരയുടെ വിളക്കത്താ നിന്റെ അത്താഴം. ആ ധൈര്യം കൊണ്ടാ നിന്റെ വാക്കുകൾക്ക് ഇത്രയും ചൂട്. SP-യും മിനിസ്റ്ററും തമ്മിൽ വെറും ഒരു പ്രോട്ടോകോളിന്റെ ദൂരമേ ഉള്ളൂവെന്ന് ധരിക്കരുത്. സിനിമയിലൊക്കെ കാണുന്ന പോലീസ് ഓഫീസർമാരുടെ തട്ടുപൊളിപ്പൻ ഡയലോഗുകളൊന്നും എന്റെ അടുത്ത് വേണ്ട. നേരത്തെ എന്റെ അണികളെ മുഴുവൻ കഴുതകളെന്ന് വിളിച്ചില്ലേ നീ? അവരെ കഴുകന്മാരായി മാറ്റി കാണിച്ചു തരട്ടെ ഞാൻ. നിന്നെ തള്ളി മുന്നിലിട്ട് കൊടുത്തിട്ട് വെറുതെ ഒന്ന് കഴിഞ്ഞൊടിച്ചാ മതി, പിച്ചി ചീന്തും അവര്. കാണിച്ചു തരട്ടടാ ഞാൻ ആ സീൻ. അർജുൻ ചിരിച്ചു. പാർട്ടി ഓഫീസിൽ അന്വേഷിച്ചാൽ അറിയാം കൂടി നിന്ന് ഇങ്ങനെ ജയ് വിളിക്കാൻ ചിക്കിലി എത്ര കൊടുത്തുവെന്ന്. 200 രൂപയും ഒരു ക്വാർട്ടർമാ റാലിക്കുള്ള റേറ്റ്. അങ്ങനെയെങ്കിലും ജനത്തിന് തൊഴിൽ കൊടുക്കുന്നുണ്ടല്ലോ നിങ്ങൾ.
പണിക്കർ ജ്വലിച്ചു. VIP-കളോട് എങ്ങനെ സംസാരിക്കണമെന്ന് ഇനിയും നീ പഠിച്ചിട്ടില്ല. പഠിപ്പിക്കാൻ എനിക്ക് അറിയില്ലെന്ന് കരുതരുത്. മുഖ്യമന്ത്രിയുടെ തണൽ എന്നും ഉണ്ടാവില്ല. പക്ഷേ ഏത് കാലത്തും ഈ പണിക്കർ ഒരു മന്ത്രിയായിരിക്കും. അത്രയ്ക്കും സുരക്ഷിതമാണ് എന്റെ വോട്ട് ബാങ്ക്. അർജുൻ പറഞ്ഞു. ആ സ്വപ്നം തകർക്കാൻ മറയൂരിൽ ഇപ്പോഴും ഭൈരവൻ ജീവനോടെയുണ്ട്. പണിക്കർ ഗർജിച്ചു. വാട്ട് യു മീൻ? ശാന്തനായി അർജുൻ പറഞ്ഞു. ഐ മീൻ വാട്ട് ഐ സെഡ്. പവിത്രമായ ഈ പദവിയിൽ ഇരുന്ന് ഇനി അങ്ങേക്ക് അധികകാലം നാട് നശിപ്പിക്കാനാവില്ല. നിയമമൊക്കെ മാറിയിരിക്കുന്നു. സെൻട്രൽ ജയിലിലുള്ള ഒരു ക്രിമിനലിന് ഒരിക്കലും നോമിനേഷൻ കൊടുക്കാനാവില്ല സർ. ഇതാണ് നിന്റെ അവസാന വാക്കെങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. വരുന്നതൊക്കെ അനുഭവിച്ചോ. അതെനിക്കുള്ള ആശംസകളല്ലേ സർ. താങ്ക് യു. വാതിൽ കടന്ന് അർജുൻ പുറത്തിറങ്ങി. ആ രാത്രി പണിക്കർ മാധവൻ തമ്പിയെ കണ്ടു. ഹൃദ്യമായ ചിരിയോടെ തമ്പി തിരക്കി. എന്തായോടോ? പണിക്കർ ചീറി. ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കുക തമ്പി. ചത്തുപോയ ആ ഭാസ്കര മേനോനേക്കാൾ ഭയങ്കരനാ അർജുൻ. വേണ്ടത് എന്താണെന്ന് വെച്ചാ ചെയ്തോ. ഇനി താക്കീത് വേണ്ട. തമ്പി പറഞ്ഞു. ഒരു വാഗണാർ കാറില അവന്റെ യാത്ര. ഈ ടൗണിലെ ആക്സിഡന്റ് സോണാ പുളിഞ്ചോട്ട് കവല. ആലുവേന്ന് അവൻ ഹൈവേയിലേക്ക് കയറുമ്പോൾ പിന്നാലെ പെട്രോൾ നിറച്ച ഒരു ടാങ്കർ ലോറി വന്നാൽ എങ്ങനെ ഉണ്ടാവും പണിക്കരെ? പതിഞ്ഞ ശബ്ദത്തിൽ പണിക്കർ ചോദിച്ചു. തീരുമാനിച്ചോ? മാധവൻ തമ്പി അമർത്തി മൂളി. അന്ന് അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അർജുന് ഒരു ഫോൺ വന്നു. പാതി ഉറക്കത്തിൽ നിന്നും ഉണർന്നുകൊണ്ടാണ് അയാൾ റിസീവർ എടുത്തത്. അതൊരു മെസ്സേജ് ആയിരുന്നു. ചന്ദന തൈലം നിറച്ച ഒരു ടാങ്കർ ലോറി മാർത്താണ്ഡവർമ്മ പാലം കടന്നു വരുന്നുണ്ട്. ഷിപ്പ് യാർഡാണ് ലക്ഷ്യം. അർജുൻ അലേർട്ടായി. ആരെയും അറിയിക്കാൻ നിൽക്കാതെ അയാൾ സ്പോട്ടിലേക്ക് കുതിച്ചു. വാഗണാർ പൊളിഞ്ചോട് കവലയിലെത്തി ഹൈവേയിലേക്ക് കയറി. പിന്നിൽ നിയന്ത്രണം വിട്ട ഒരു ടാങ്കർ ലോറി. സ്റ്റിയറിംഗ് തിരിക്കാനുള്ള സമയം കിട്ടിയില്ല. അതിനു മുമ്പേ ടാങ്കർ വാഗണാറിൽ വന്നിടിച്ചു. ടാങ്കറിൽ നിന്നും പെട്രോൾ ജലധാര പോലെ പുറത്തേക്കൊഴുകി. വാഗണാർ പെട്രോളിൽ നനഞ്ഞു. അപ്പോൾ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ആൾട്ടോ കാറിൽ നിന്നും സക്കറി ഇറങ്ങി. അയാളുടെ കയ്യിലിരുന്ന ഒരു ലൈറ്റർ മിന്നി. ഇടിയുടെ ആഘാതത്തിൽ വാഗണാർ കളിപ്പാട്ടം പോലെ തകർന്നു. പെട്രോൾ ഒഴുകി പടർന്ന റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു മാരുതി കാർ മീഡിയനിൽ ഇടിച്ചു മറിഞ്ഞു. കുതിച്ചു വന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ടാങ്കർ ലോറിയിൽ മുട്ടിയില്ല എന്ന മട്ടിൽ വന്നു നിന്നു. ബ്രേക്കുകൾ മുരണ്ടു. പരിഭ്രാന്തരായ യാത്രക്കാർ വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങി ഓടി. സക്കറിയ ക്രൂരമായ ഒരു ചിരിയോടെ കത്തുന്ന ലൈറ്റർ ടാങ്കറിന് നേരെ വീശിയെറിഞ്ഞു. തീരെ പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചത്. ഒരു കൈത്തലം ചാട്ടുളി പോലെ മേലോട്ടുയർന്നു വന്ന് ആ ലൈറ്റർ പിടിച്ചെടുത്തു. തീ അണഞ്ഞു. അയാളെ കൊല്ലാനുള്ള കലിയോടെയാണ് സക്കറിയ മുന്നോട്ട് പറന്നത്. അടുക്കാനായില്ല. അതിനു മുമ്പേ മുഖം ചതച്ചുകൊണ്ട് ഒരു ഇടി കിട്ടി. അടിവയറ്റിലൊരു തൊഴിയും. ബാലൻസ് തെറ്റി സക്കറിയ പെട്രോൾ വീണ് നനഞ്ഞ റോഡിലേക്ക് വീണു. കറ്റ മെതിക്കുന്നത് പോലെയുള്ള ചവിട്ടായിരുന്നു. പിന്നെ അയാൾ ടാങ്കറിനടിയിലേക്ക് തെറിച്ചു. പെട്രോൾ വീണ് അടിമുടി കുതിർന്നപ്പോൾ പേടിയോടെ സക്കറിയ മേലേക്ക് പൊങ്ങി. മുഖത്തിനടുത്ത് പെട്ടെന്നൊരു ലൈറ്റർ കത്തി. സക്കറിയ ടാങ്കറിന് നേരെ വീശിയെറിഞ്ഞ അതേ ലൈറ്റർ. അതിനു പിന്നിൽ അയാൾ പേടിപ്പിക്കുന്ന ഒരു മുഖം കണ്ടു. മരണത്തെ പോലും തെല്ലു നേരത്തേക്ക് നടു റോഡിൽ പകപ്പിച്ചു നിർത്തിയ ഒറ്റയാന്റെ മുഖം. അർജുൻ, അയാൾ ചോദിച്ചു. ഇവിടെ ഇട്ട് പൊരിക്കട്ടെ നിന്നെ. ഗേറ്റ് അടിച്ച് തകർത്തുകൊണ്ടാണ് ആൾട്ടോ കാർ പോർച്ചിലേക്ക് വന്നത്. വഴിയിൽ നിരത്തി വച്ചിരുന്ന പൂച്ചട്ടികൾ ഉടഞ്ഞു. പാർക്ക് ചെയ്തിരുന്ന സുസുക്കി സ്വിഫ്റ്റിന് ഒരിടി കൊടുത്തിട്ടാണ് ആൾട്ടോ നിന്നത്. കാറിൽ നിന്നിറങ്ങിയ അർജുൻ സക്കറിയെ പൊക്കിയെടുത്ത് സിറ്റ് ഔട്ടിലേക്ക് ഇട്ടു. സക്കറിയ നിലവിളിച്ചു. അതിലുമുറക്കെ അർജുൻ വിളിച്ചു, തമ്പി. ആദ്യം വന്നത് യൂസഫ് അലിയാണ്. സിറ്റ് ഔട്ടിൽ ഒടിഞ്ഞു മടങ്ങിക്കിടന്നിരുന്ന സക്കറിയെ കണ്ട് അയാൾ ഞെട്ടി. സിറ്റ് ഔട്ടിലേക്ക് വന്ന് അർജുൻ പറഞ്ഞു, തമ്പിയെ വിളിക്കടാ. വിളിക്കേണ്ടി വന്നില്ല. അതിനു മുൻപേ സ്വീകരണ മുറിയിൽ കാൽപെരുമാറ്റം കേട്ടു. ബംഗ്ലാവിലെ ലൈറ്റുകൾ മുഴുവനും തെളിഞ്ഞു. തികഞ്ഞ നിസ്സംഗതയോടെയാണ് മാധവൻ തമ്പി പുറത്തേക്ക് വന്നത്. അവിടെ സക്രിയയും അർജുനെയും ഒന്നിച്ചു കണ്ടപ്പോൾ ആരും പറയാതെ തന്നെ നടന്നതെന്താണെന്ന് അയാൾക്ക് മനസ്സിലായി. അപ്പോൾ തമ്പിയുടെ ഉള്ളിൽ ഒരു മുഖം തെളിഞ്ഞു. സംഘർഷമുള്ളപ്പോഴൊക്കെ കുളിർക്കാറ്റ് പോലെ തേടി വരാറുള്ള മുഖം. ശ്രീധരൻ. സക്കറിയയ്ക്ക് പകരം അവനാണ് പോയതെങ്കിൽ ഈ ടൗണിലെ റൂറൽ എസ്.പിയുടെ അപകട മരണം ഒരു ഉത്സവമായി ആഘോഷിക്കുമായിരുന്നു താൻ. അർജുൻ പൊടുന്നനെ ആൾട്ടോ കാറിൽ നിന്ന് ഒരു ഇരുമ്പ് വടിയെടുത്തു. തമ്പി ചകിതനായി പിന്നോട്ട് നീങ്ങി. ഇരുമ്പുവടി സ്വിഫ്റ്റിന്റെ ഫ്രണ്ട് ഗ്ലാസിൽ ഒരു മിന്നൽ പിണറായി വന്നു വീണു. ചില്ലു ചിതറി. തമ്പി ഗർജിച്ചു.
അരുത്, അരുത് അർജുൻ! പിന്നിലെയും സൈഡിലെയും ചില്ലുകൾ ഉടഞ്ഞു. ബോണറ്റ് ചളുങ്ങി. ടോപ്പും പതിഞ്ഞമർന്നു. ഇരുമ്പുവടി വലിച്ചെറിഞ്ഞ് അർജുൻ പറഞ്ഞു, ഇതൊന്നും വാഗണാർ തകർത്തതിന് പകരമാവില്ലെന്ന് അറിയാം. എന്നാലും എന്റെ സാന്നിധ്യം നിങ്ങൾ അറിയണം തമ്പി. തമ്പിയുടെ മുഖം ചെമ്പരത്തിപ്പൂ പോലെ ചുവന്നു. അയാൾ ഗർജിച്ചു, ജനിക്കുമ്പോഴേ ഓരോന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈശ്വരൻ. ഇരട്ട ജന്മമുള്ള നിന്റെ മരണം ഒരുപക്ഷെ എന്റെ കൈകൊണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ പെട്രോളിൽ കുതിർത്തിട്ടും നീ ബാക്കിയായത്, അർജുൻ പറഞ്ഞു. ഈശ്വരൻ എന്നോടും അങ്ങനെ ചിലത് പറഞ്ഞിട്ടുണ്ട് തമ്പി. പറയുക മാത്രമല്ല, എഴുതിയും തന്നിട്ടുണ്ട്. അത് നിങ്ങളും പണിക്കരും ഭൈരവനും അടങ്ങുന്ന ത്രിമൂർത്തികൾക്കുള്ള മരണ വാറന്റാണ്. തമ്പി പൈശാചികമായി അർജുനെ നോക്കി. നീ പറഞ്ഞ ആ ത്രിമൂർത്തികളാ ഇപ്പോഴീ നാട് ഭരിക്കുന്നത്. അത് പിഷാരടി നിനക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? ഞങ്ങളൊന്ന് ഉറക്ക തുമ്മിയാൽ ആ നിമിഷം മൂക്കുകുത്തി വീഴും ഇവിടുത്തെ മന്ത്രിസഭ. പിന്നെ എങ്ങനെ നീ ഞങ്ങൾക്കുള്ള മരണ വാറണ്ട് തരും? അർജുൻ പറഞ്ഞു. ഏത് കുറ്റവാളിക്കും ചോരയിൽ കുതിർന്ന ഒരവസാനമുണ്ട്. ആ വിധി അധികം വൈകാതെ നിങ്ങളെയും തേടി വരും. അപ്പോഴും ഞാനുണ്ടാവും ഈ കാക്കിക്കുള്ളിൽ, നിങ്ങളുടെ പതനം കണ്ട് കൺകൊള്ളിക്കാൻ, എന്റെ അച്ഛന്റെ ആത്മാവിന് മോക്ഷം കൊടുക്കാൻ. അർജുൻ പോയി കഴിഞ്ഞപ്പോൾ തമ്പി അടുത്തു നിന്നിരുന്ന സക്കറിയുടെ മുഖത്ത് കൈ ചുരുട്ടി ഒരു ഇടി വെച്ചു കൊടുത്തു. 2 ആഴ്ച കൂടി കഴിഞ്ഞിട്ടാണ് ശ്രീധരന്റെ കേസ് കോടതിയിലെത്തിയത്. അഞ്ജന വന്നില്ല. പോലീസും താല്പര്യം കാണിച്ചില്ല. ഒടുവിൽ ശ്രീധരനെ വെറുതെ വിട്ടുകൊണ്ട് കോടതി ഉത്തരവിട്ടു. വിധിന്യായത്തിൽ പോലീസിന്റെ അനാസ്ഥയെ പറ്റി പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. നിറഞ്ഞ ചിരിയോടെ പുറത്തേക്ക് വന്ന ശ്രീധരനെ കത്തുന്നൊരു നോട്ടം കൊണ്ടാണ് അർജുൻ സ്വീകരിച്ചത്. അയാൾ പറഞ്ഞു, ഈ കാക്കിക്ക് ചില സമയത്ത് ഇങ്ങനൊരു ഗതികേടുണ്ടാവും. കുറ്റവാളിയാണെന്ന് ഉറപ്പുണ്ടായാലും കമാന്നൊരക്ഷരം മിണ്ടാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഒരു പാവം പെണ്ണിനെ നശിപ്പിച്ചിട്ടും നീ ഇങ്ങനെ നെഞ്ചു വിരിച്ച് നടക്കണത്. ഒരക്ഷരം പോലും ശബ്ദിക്കാതെയാണ് ശ്രീധരൻ റോഡിലേക്ക് ഇറങ്ങിയത്. അയാൾ നേരെ പോയത് അഞ്ജനയുടെ വീട്ടിലേക്കാണ്. ഉമ്മറത്തുണ്ടായിരുന്ന സത്യൻ ശ്രീധരനെ കണ്ട് പേടിയോടെ അകത്തേക്ക് വലിഞ്ഞു. മുറ്റത്ത് ശങ്കിച്ചു നിൽക്കുമ്പോൾ അകത്തു നിന്ന് അഞ്ജനയുടെ ഗർജനം കേട്ടു. രക്ഷപ്പെട്ടു എന്ന് പറയാനാണ് വന്നതെങ്കിൽ വേണ്ട, നിന്നെ അങ്ങനെ രക്ഷപ്പെടാൻ വിടില്ല ഞാൻ. ആ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് ശ്രീധരൻ വരാന്തയിലേക്ക് കയറി. വീണ്ടും കേട്ടു തീ ചിതറുന്നു പോലെയുള്ള ആക്രോശം. ആ ഒരുമ്പട്ടോളോട് യാത്ര പറഞ്ഞോ നീ? നിന്റെ വൃത്തികെട്ട മുഖം അവസാനമായി കാട്ടിക്കൊടുത്ത അവൾക്ക്. ഇനി നിന്നെ ശിക്ഷിക്കുന്നത് പോലീസും കോടതിയും ഒന്നുമല്ല, ഞാനാ, ഈ അഞ്ജന. എങ്ങനെയാണെന്നറിയണ്ടേ? വാ, അകത്തേക്ക് വാ, കാട്ടിത്തരാൻ ഞാൻ. എന്നിട്ടും കൂസലില്ലാതെ ശ്രീധരൻ അകത്തേക്ക് കടന്നു. തീരെ പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയാണ് അയാൾ അവിടെ കണ്ടത്. ദേഹമാസകലം മണ്ണെണ്ണയിൽ കുളിച്ചു നിൽക്കുകയാണ് അഞ്ജനയും സത്യനും. അഞ്ജന ഒരു വിളക്കും കത്തിച്ചു പിടിച്ചിരുന്നു. നടുങ്ങിപ്പോയ ശ്രീധരന്റെ മേലാസകലം ഒരു മരവിപ്പ് പടർന്നു. അയാളെ കണ്ട് ഈറ്റപ്പുലിയെ പോലെ അഞ്ജന ചേറി. മരിക്കാൻ പോവാൻ ഞങ്ങൾ രണ്ടുപേരും, തനിച്ചല്ല, കൂടെ നീയുമുണ്ട്. മരവെപ്പിൽ നിന്നുണർന്ന ശ്രീധരൻ മുന്നോട്ടൊരടി വെച്ചു. അരുതഞ്ജനെ, അരുതഞ്ജനെ, അവിവേകം കാട്ടരുത്. ഭ്രാന്ത് പിടിച്ചതുപോലെ അഞ്ജന പുലമ്പി. ഒരിക്കൽ നീ അറിഞ്ഞതല്ലേടാ എന്റെ നെഞ്ചിന്റെ ചൂട്. ഇപ്പോഴും അറിയിച്ചു തരാം. അന്നത്തെ പോലെയല്ല, ശരിക്കുമുള്ള പൊള്ളിക്കണ ചൂട്. ഒരു തീനാളമായി പറന്നു വന്ന് നിന്നെ കെട്ടിപ്പിടിക്കാൻ ഞാൻ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പിടഞ്ഞു പിടഞ്ഞ് അലറി വിളിച്ച് കത്തിത്തീരാം. അപ്പോൾ അവളുടെ മുഖത്ത് ശ്രീധരൻ പൈശാചികമായ ഒരാനന്ദം കണ്ടു. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവൾ ദേഹത്ത് തീ കൊളുത്തുമെന്ന് അയാൾക്കുറപ്പായി. ശ്രീധരൻ ഒരടി കൂടി മുന്നോട്ട് വെച്ചു. അഞ്ജന ഗർജിച്ചു. ഇങ്ങോട്ട് വരണ്ട, അങ്ങോട്ട് വരാൻ ഞാൻ, വിവശനായി ശ്രീധരൻ പറഞ്ഞു. അരുത്, അരുത് അഞ്ജനെ, അരുത്. നീ മരിക്കരുത്. തെറ്റ് ചെയ്തത് ഞാനാണ്. ശിക്ഷ അനുഭവിക്കേണ്ടതും ഞാനാ, ഞാൻ മാത്രം. നീയും നിന്റെ ഏട്ടനും മരിക്കരുത്. അഞ്ജന മണ്ണെണ്ണ വിളക്ക് ദേഹത്തോടടുപ്പിച്ചു. ഇനിയും ഒളിച്ചു കളിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട. ഇത്രയും കാലം ഞാൻ മരിക്കാണ്ട് കാത്തിരുന്നത് നിന്റെ അന്ത്യം കാണാനാ. തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞുകൊണ്ടുള്ള നിലവിളി കേൾക്കാനാ. അതിപ്പോ കേൾക്കാൻ പോവുക ഞാൻ. വിളക്കിന്റെ തീനാളം മെല്ലെയൊന്നുലഞ്ഞ് മേലോട്ടുയർന്നു. മാറുമറിച്ചിരുന്ന തോർത്തിലേക്ക് ആർത്തിയോടെ തീ പടർന്നു കയറി. അവളുടെ കയ്യിൽ നിന്നും വിളക്ക് താഴെ വീണു. മണ്ണെണ്ണ വീണ് നനഞ്ഞു കിടന്നിരുന്ന പാക്കും തീ പിടിച്ചു. ശരീരം പൊള്ളിയിട്ടും അവൾ നിലവിളിച്ചില്ല. ഒറ്റ കുതിക്ക് ശ്രീധരൻ അഞ്ജനയെ കടന്നു പിടിച്ചു. അവൾ കുതറിയില്ല. പകരം വന്യമായ ആവേശത്തോടെ അയാളെ മുറുകെ പുണർന്നു. അത് ചങ്ങല കൊണ്ടുള്ള ബന്ധനം പോലെയായി. ശ്രീധരൻ അവളെയും കൊണ്ട് ചാണകം മെഴുകിയ തറയിലേക്ക് കമിഴ്ന്നു. അവിടെ കിടന്നുകൊണ്ട് അയാൾ വിളക്ക് ഊതി അണച്ചു.
പിന്നെ അഞ്ജനയുടെ മാറിൽ നിന്നും തീ പിടിച്ച് തോർത്തെടുത്ത് മാറ്റി. അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് ലുങ്കിയിലെ തീയും അണച്ചു. അഞ്ജനയെ ശക്തിയായി തള്ളി മാറ്റാൻ കഠിന ശ്രമം തന്നെ വേണ്ടി വന്നു. പിടഞ്ഞെഴുന്നേറ്റ ശ്രീധരൻ തീ പിടിച്ച പായെടുത്ത് ചുരുട്ടിക്കൂട്ടി പുറത്തേക്കെറിഞ്ഞു. അപ്പോഴേക്കും അയാളുടെ നെറ്റിയും കൈയും പൊള്ളച്ചിരുന്നു. നെഞ്ചും കരുവാളിച്ചു. അഞ്ജനയ്ക്ക് കാര്യമോയൊന്നും പറ്റിയല്ലെന്നറിഞ്ഞപ്പോൾ ശ്രീധരന് സമാധാനമായി. തളർന്നു കിടന്നിരുന്ന അവളെ അയാൾ അഴയിൽ നിന്നൊരു കള്ളിമുണ്ടെടുത്ത് പുതപ്പിച്ചു. വിളറി വെറുങ്ങളിച്ചു നിന്നിരുന്ന സത്യനെ നോക്കി ശ്രീധരൻ പറഞ്ഞു, നിന്റെ പെങ്ങക്ക് വേണ്ടത് എന്റെ ജീവനല്ലേ? അതിനുവേണ്ടി സ്വയം ശിക്ഷിക്കരുതെന്ന് അവളോട് പറയണം. സത്യൻ മിണ്ടിയില്ല. ജീവിതത്തിൽ ഇന്നേ വരെ നല്ലതൊന്നും ചെയ്തിട്ടില്ല ഞാൻ. മനഃപൂർവ്വമല്ല. തെറ്റേതാ ശരിയേതാ എന്ന് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ബാല്യത്തിലും മാത്രമല്ല, വളർന്ന് മുതിർന്ന ഒരാളായപ്പോഴും ഇപ്പോ എനിക്കെല്ലാം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. വൈകിപ്പോയെന്നറിയാം, എന്നാലും ശ്രമിക്കുന്നുണ്ട് ഞാൻ. കൊതി തീരണവരെ ഈ നാട്ടിലെ മനുഷ്യരെ പോലെ ഒന്ന് ജീവിക്കാൻ. ശ്രീധരൻ അഞ്ജനയുടെ നേരെ നോക്കി. നിന്നെ എങ്ങനെയാ സമാധാനിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല അഞ്ജനെ. ഒരേ ഒരു കാര്യമേ എനിക്ക് ചെയ്യാൻ പറ്റൂ. നീ സമ്മതിച്ച ആ കഴുത്തിൽ ഒരു താലി ചാർത്താം. താലിയുണ്ടെങ്കിൽ നീ സുമംഗലിയാവൂലോ. അത്രയും നേരം ഒരക്ഷരം പോലും മിണ്ടാതെ തളർന്നു കിടന്നിരുന്ന അഞ്ജന രോഷത്തോടെ പിടഞ്ഞെഴുന്നേറ്റു. നിനക്കെന്നെ കല്യാണം കഴിച്ച് കൂടെ പൊറപ്പിക്കണമല്ലേ? നീ കെട്ടിത്തന്ന താലിയും കഴുത്തി തൂക്കിയിട്ട് ഈ നാട്ടിൽ നടന്ന കാണോരൊക്കെ എന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പും. പടി കടന്ന് റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ അറിയാതെ ശ്രീധരന്റെ മനസ്സ് ആർദ്രമായി. തമ്പിയോട് ചോദിക്കാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട് ഇപ്പോഴും മനസ്സിൽ. തന്നെ 300 രൂപയ്ക്ക് വിറ്റ ആ സ്ത്രീ സത്യത്തിൽ അമ്മ തന്നെയായിരുന്നു. പുഴയിൽ ചാടി മറിഞ്ഞു കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ മിന്നായം പോലെയാണ് ശ്രീധരനെ കണ്ടത്. കരയിൽ നിന്നിരുന്ന ഒരു കുട്ടി ഉറക്കെ നിലവിളിച്ചു, അയ്യോ ശ്രീധരൻ! നിമിഷങ്ങൾക്കുള്ളിൽ പുഴയുടെ തീരം ശൂന്യമായി. വഴിവക്കിൽ പശുവിനെ തീറ്റിക്കൊണ്ടു നിന്നിരുന്ന ഒരു സ്ത്രീ പേടിയോടെ തിരിഞ്ഞോടി. വീടുകളിൽ വാതിലടഞ്ഞു. റോഡും വിജനമായി. ഉള്ളിലെ വിങ്ങൽ മറച്ചു വെച്ചുകൊണ്ടാണ് അയാൾ ഊർമിളയുടെ അടുത്തെത്തിയത്. അവൾ ആദ്യം കണ്ടത് നെറ്റിയിലെ പൊള്ളിയ പാടാണ്. അയ്യോ, എന്താ നെറ്റിയില്? ആരോടെങ്കിലും വഴക്ക് കൂടിയോ ഏട്ടൻ? യാന്ത്രികമായി ശ്രീധരൻ പറഞ്ഞു, പൊള്ളിയതാ. ഇങ്ങോട്ട് വരണ വഴിക്ക് അഞ്ജനയുടെ വീട്ടിലൊന്ന് കേറി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ചാവാൻ നിൽക്കുകയായിരുന്നു അവള്. രക്ഷിച്ചപ്പോ ഇങ്ങനെ ഒരു സമ്മാനം കിട്ടി. സാരമില്ല, ഊർമിള പറഞ്ഞു. സാരമുണ്ട്. കണ്ടില്ലേ പൊള്ളി പൊളച്ചിരിക്കുന്ന. ഞാൻ കുറച്ച് തേൻ പുരട്ടി തരാം, വേഗം ഭേദമായിക്കോളൂ. തേനെടുക്കാൻ ഊർമിള അകത്തേക്ക് പോയപ്പോൾ ശ്രീധരനും പിന്നാലെ ചെന്നു. ഞാനൊരു കാര്യം പറയാൻ പോവാ, വയ്യാന്ന് പറയരുത്. ഊർമിള കൈയെത്തിച്ച് അലമാരയിൽ നിന്നും തേൻകുപ്പി എടുത്തു. ഒരിക്കൽ ഈ വീട്ടിൽ കല്യാണ പെണ്ണായി ഒരുങ്ങി നിന്നതാ നീ. അത് മുടക്കിയത് ഞാനാ. ഒരു ദിവസം കൂടി അങ്ങനെ ഒരുങ്ങണം നീ. എന്റെ മനസ്സിലെ ഏറ്റവും വലിയ മോഹം അത്. ശ്രീധരന്റെ നെറ്റിയിൽ തേൻ തടവിക്കൊണ്ട് കുസൃതിയോടെ ഊർമിള ചോദിച്ചു. ആരാ ചെക്കൻ? ശ്രീധരൻ ചിരിച്ചു. പന്തലിൽ വരുമ്പോ കാണാം. പിറ്റേന്ന് രാവിലെ ശ്രീധരൻ ആദ്യം പോയത് ബ്രോക്കർ അരവിന്ദാക്ഷന്റെ വീട്ടിലേക്കാണ്. അയാളെ കണ്ടപ്പോൾ അരവിന്ദാക്ഷന്റെ കണ്ണുകളിൽ ഇരുട്ട് കയറി. ശ്രീധരൻ ചോദിച്ചു, എവിടെയാ അന്ന് ഊർമിളയെ കല്യാണം കഴിക്കാൻ വന്ന ചെക്കന്റെ വീട്? തത്ത പറയുന്നത് പോലെ അരവിന്ദാക്ഷൻ ശ്രീധരന് എല്ലാം പറഞ്ഞു കൊടുത്തു. അയാൾ പോയി കഴിഞ്ഞപ്പോൾ തലയ്ക്ക് കൈവച്ചുകൊണ്ട് അരവിന്ദാക്ഷൻ പറഞ്ഞു, ഈശ്വര, ആ ചന്ദ്രചൂടനെ ഇന്നിവൻ പച്ചയ്ക്ക് വെട്ടി നുറുക്കൂലോ. തൃപ്പൂണിത്തറയിൽ നിന്ന് നടന്നെത്താവുന്ന ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ കിഴക്കേടത്തെ ഗോപാലപിള്ളയുടെ വീട്ടിലേക്ക്. അറയും നടുമുറ്റവും ഒക്കെയുള്ള പഴയൊരു തറവാട്. മുറ്റത്ത് നിന്ന് ശ്രീധരൻ ചോദിച്ചു, ഇവിടെ ആരുമില്ലേ? അകത്തുനിന്ന് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു. ശ്രീധരന് മനസ്സിലായി, ചന്ദ്രചൂടൻ. ശ്രീധരൻ പറഞ്ഞു, ഉളിയന്നൂരിന്ന് വരണതാ ഞാൻ. പേര് ശ്രീധരൻ. ചന്ദ്രചൂടൻ അല്ലേ? അതെ. ഞാൻ വന്നത് ഒരു കല്യാണക്കാര്യം പറയാനാ. ഓർമ്മയുണ്ടാവുമല്ലോ, ദാമുവാശാന്റെ മകൾ ഊർമിളയെ. ചന്ദ്രചൂടൻ പറഞ്ഞു. അവളുടെ അച്ഛനും അമ്മയ്ക്ക് വിഷം കഴിച്ച് ചത്തുപോയില്ലേ? ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു. എല്ലാത്തിനും കാരണം ജയിലിൽ നിന്ന് വന്ന ഒരു ബാസ്റ്റർഡാ. ശ്രീധരനെന്നോ മറ്റോ ആണ് ആ ദ്രോഹിയുടെ. ബ്രേക്ക് ഇട്ടതുപോലെ സംസാരം നിന്നു. സംശയിച്ച് ശ്രീധരനെ നോക്കി അയാൾ മെല്ലെ തിരക്കി. നിങ്ങൾ? ശ്രീധരൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ശരിയാണ്. ഞാൻ കാരണം ആ പെണ്ണിന്റെ കല്യാണം മുടങ്ങി. ഒക്കെ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാ. എന്നെ പേടിച്ചിട്ടാണല്ലോ അന്ന് ആ കല്യാണം വേണ്ടാന്ന് വെച്ചത്. പേടിക്കണ്ട, ഇനി ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ അവളെ കല്യാണം കഴിക്കണം. ആരാ അവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഗോപാലപിള്ള പുറത്തേക്ക് വന്നു. ചന്ദ്രചൂടൻ പറഞ്ഞു, ഒരു കല്യാണാലോചനയും കൊണ്ടുവന്നയാളാ.
ശ്രീധരനെ നോക്കി ഗോപാലപിള്ള ചോദിച്ചു. ബ്രോക്കറാണല്ലേ? അല്ലച്ചാ, എന്റെ കല്യാണക്കഥയിലെ വില്ലനാ. ഓർമ്മയില്ലേ? ശ്രീധരൻ. ഗോപാലപിള്ളയുടെ മുഖം വലിഞ്ഞു മുറങ്ങി. നിനക്കെന്താ ഇവിടെ കാര്യം? ശ്രീധരൻ പറഞ്ഞു. മുടങ്ങിപ്പോയ ആ കല്യാണം നടത്തണമെന്ന് പറയാൻ വന്നതാ ഞാൻ. ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല? ഉറപ്പ്. ഗോപാലപിള്ള പുച്ഛത്തോടെ ചോദിച്ചു. അവക്ക് കല്യാണം ആലോചിക്കാൻ നീ ആരാടാ അവളുടെ? ഞാൻ ഞാൻ ശ്രീധരന് പെട്ടെന്നൊരു മറുപടി പറയാനായില്ല. ചന്ദ്രചൂഡൻ പറഞ്ഞു. എന്താ, കൂടെ പൊറപ്പിച്ച് മതിയായോ നിനക്ക്? പ്രസവിക്കുന്നതിന് മുൻപ് ആരുടെയെങ്കിലും തലയിൽ വെച്ച് കെട്ടാൻ ഇറങ്ങിയതാവും. അതിന് ഒരു കല്യാണം വേണോ ശ്രീധര? 10 100 കൊടുത്ത് ഏതെങ്കിലും ഒരു അലവലാതിയുടെ കൂടെ ഇറക്കി വിട്ടാ പോരെ? ജീവിക്കാൻ പറ്റിയ തൊഴില് നീ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ? ശ്രീധരന് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു ആ വാക്കുകൾ. സംയമനം നഷ്ടപ്പെട്ട് അയാൾ മുന്നോട്ട് കുതിച്ചു. ചന്ദ്രചൂഡന്റെ കഴുത്ത് ഞെരിച്ചുകൊണ്ട് ശ്രീധരൻ ഗർജിച്ചു. കഴിവുകളുടെ മോനെ, വേണ്ടാത്തത് പറഞ്ഞാ കൊന്നു കുഴിച്ചു മൂടും ഞാൻ. നിനക്ക് ശരിക്കും അറിയില്ല ഈ ശ്രീധരനെ. പറമ്പിൽ കിളച്ചുകൊണ്ടിരുന്ന പണിക്കാർ ഓടിയെത്തിയാണ് ശ്രീധരനെ പിടിച്ചു മാറ്റിയത്. കൈ ചുരുട്ടി ശ്രീധരൻ പിന്നെയും മുന്നോട്ടെടുത്തു. പണവും പ്രതാപവും മാത്രം ഉണ്ടായ പോരാ, സംസ്കാരം വേണം. ഇനി ഊർമിളയെ പറ്റി അരുതാത്തത് എന്തെങ്കിലും പറഞ്ഞാ നിന്റെ ശവം കൈയും കാലും തലയും ഒക്കെ വേർപെട്ട് പെരിയാറ്റിൽ ഒഴുകി നടക്കും. ഓർമ്മിച്ചോ? ഗോപാലപിള്ള പറഞ്ഞു. ചുമ്മാ പേടിപ്പിക്കല്ലേ ശ്രീധര. ഇവിടെ പോലീസും കോടതിയും ഒക്കെ ഉള്ളത് നിന്നെ പോലുള്ളവരെ നിലയ്ക്ക് നിർത്താനാ. ഞങ്ങൾക്ക് ആ പെണ്ണിനെ വേണ്ട. കഴിഞ്ഞില്ലേ കാര്യം? എന്റെ മോൻ വേഗം സ്ഥലം വിടാൻ നോക്ക്. ശ്രീധരൻ പല്ലുകൾ ഞെരിച്ചു. ചേറ്റ. അന്ന് ഏറെ വൈകിട്ടാണ് ശ്രീധരൻ അറക്കിൽ തറവാട്ടിലെത്തിയത്. ഊർമിള കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ കയ്യിൽ കൈ ചേർത്ത് പതർച്ചയോടെ ശ്രീധരൻ പറഞ്ഞു. ഒരു നിമിഷം മനസ്സ് കൈവിട്ടുപോയി. അറിയാതെ പറ്റിയതാ, വേണ്ടായിരുന്നു. നേരം പുലർന്നു. ഫോൺ നിർത്താതെ ശബ്ദിച്ചു. കിടന്നുകൊണ്ടാണ് ഡിവൈഎസ്പി ഹരിപ്രസാദ് റിസീവർ എടുത്തത്. അങ്ങേ തലയ്ക്കൽ പേടിച്ചരണ്ട ഒരു ശബ്ദം കേട്ടു. സർ, മാർത്താണ്ഡവർമ്മ പാലത്തിനടിയില് ഒരു മനുഷ്യന്റെ വെട്ടിയെടുത്ത 2 കാലുകള്. കാലുകളോ? റിസീവറുമായി ഹരിപ്രസാദ് പിടഞ്ഞെഴുന്നേറ്റു. അങ്ങേ തലയ്ക്കൽ ഉണ്ടായിരുന്നയാളുടെ ശബ്ദം വിറച്ചു. അതെ സർ, കാലുകൾ, പാന്റും ഷൂസും ഒക്കെയുണ്ട്. പാലത്തിന്റെ തൂണിനടുത്തായിട്ടാ. താൻ ആരാടോ? പത്രം ഏജന്റാ സർ. ഏത് പത്രം? എല്ലാ പത്രവും ഉണ്ട്. താനല്ലേ കാലുകൾ മുറിച്ച് പാലത്തിന്റെ അടി കൊണ്ടിട്ടത്? അയ്യോ അല്ല സർ. പിന്നെന്താടോ പേര് പറയാനൊരു മടി? മടിയൊന്നുമില്ല സർ. പേര് പേര് ഔസേപ്പച്ചൻ. എവിടുന്നാ താൻ വിളിക്കണത്? തോട്ടക്കാട്ടുകരയുള്ള വീട്ടിൽ നിന്നാ. ഹരിപ്രസാദ് ഗർജിച്ചു. ആരുടെ വീട്? ഞാൻ പത്രം കൊടുക്കണ വീടാ. തനിക്ക് എങ്ങനെയാ എന്റെ നമ്പർ കിട്ടിയത്? ഇവിടുത്തെ ഡയറക്ടറിൽ നിന്നാ. ഹരിപ്രസാദ് നീട്ടിമൂളി. ആ വീടിന്റെ പേരെന്താ? കൗസ്തുഭം. തോട്ടക്കാട്ടുകര ഏത് ഭാഗത്തായിട്ടാ ഈ വീട്? പാലത്തിനടുത്ത് തന്നെ. പോലീസ് വരണവരെ അവിടുന്ന് അനങ്ങരുത് നീ, മനസ്സിലായോ? മനസ്സിലായി. ലൈൻ കട്ട് ചെയ്ത് ഹരിപ്രസാദ് അപ്പോൾ തന്നെ CI രഘുവിനെ വിളിച്ചു. വർക്കത്തുള്ള ആളാ നമ്മുടെ പുതിയ SP. കേസുകൾക്കൊന്നും ഒരു പഞ്ഞോല്ല. ഇപ്പോഴൊരുത്തം വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. മാർത്താണ്ഡവർമ്മ പാലത്തിനടുത്ത് 2 കാലുകൾ കണ്ടു എന്നും പറഞ്ഞ്. ബാക്കിയുള്ളതും ഇതുപോലെ എവിടെയെങ്കിലും കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ടാവും. എല്ലാം ഒന്നിച്ചങ്ങ് തന്നൂടെ, കൊന്ന കള്ള നായിന്റെ മോന്. ഇതിപ്പോ കാല് വേറെ, കൈ വേറെ, തല വേറെ. എന്താടോ, വല്ല സർജന മറ്റോ ആയിരിക്കുമോ ഈ കൊലയാളി? രഘു മിണ്ടിയില്ല. ഹരിപ്രസാദ് പറഞ്ഞു. ഞാൻ വരാൻ വൈകും, താൻ സ്പോട്ടിലേക്ക് പൊക്കോ. SP-യോടും വിവരം പറഞ്ഞേക്കേ. അർജുന് മെസ്സേജ് കൊടുത്തിട്ട് രഘു ജോയിയെയും കൂട്ടി അപ്പോ തന്നെ സ്പോട്ടിലേക്ക് കുതിച്ചു. കൂടെ ഒരു സംഘം പോലീസും ഉണ്ടായിരുന്നു. കാട്ടുതീ പോലെയാണ് വാർത്ത പരന്നത്. പാലത്തിനടുത്തേക്ക് ജനസമുദ്രം ഒഴുകി. പുഴയിൽ കണ്ട കാലുകളുടെ ചിത്രമെടുക്കാൻ TV ക്യാമറകൾ മത്സരിച്ചു. പാലത്തിൽ കൂടി നിന്നവരെ പോലീസ് ലാത്തി വീശി ഓടിച്ചു. സ്പോട്ട് ക്ലിയർ ആയപ്പോൾ അർജുനും എത്തി. തൂണിൽ തങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു കാലുകൾ. ജോയിയും സംഘവും ഒരു വഞ്ചിയില് അങ്ങോട്ട് പോയി. അവരത് കരയ്ക്ക് കൊണ്ടുവന്നപ്പോ ഫ്ലാഷുകൾ മിന്നി. 2 കാലും ചേർത്ത് കെട്ടിയിരുന്നു. കെട്ടാൻ ഉപയോഗിച്ചത് മഞ്ഞ പ്ലാസ്റ്റിക് ചരട്. മുട്ടിന് താഴെ വെച്ചാണ് മുറിച്ചു മാറ്റിയിരിക്കുന്നത്. 2 കാലുകളിലും കറുത്ത ഷൂസ്, വെളുത്ത സോക്സ്, പിന്നെ പാൻസിന്റെ കഷ്ണവും. ഒരു പോലീസുകാരൻ ഷൂസും സോക്സും അഴിച്ചു മാറ്റി. അർജുൻ കണ്ടു. കൊല്ലപ്പെട്ടയാൾക്ക് വലതുകാലിൽ 6 വിരലുകൾ. മൂർച്ചയുള്ള ആയുധം കൊണ്ടാണ് മുറിച്ചിരിക്കുന്നത്. അതും കൊന്നതിന് ശേഷമാവണം. ജീവനോടെ ഉള്ളപ്പോൾ ഒരാളുടെ കാലുകൾ ഇങ്ങനെ കൃത്യമായി മുറിക്കാൻ പറ്റില്ല. അപ്പോൾ പത്രമേജന്റ് ഔസേപ്പച്ചനെയും കൊണ്ട്
ഹരിപ്രസാദ് അങ്ങോട്ട് വന്നു. അർജുൻ അയാളെ ഒരു ഒഴിഞ്ഞ മൂലയിലേക്ക് കൊണ്ടുപോയി. ഔസേപ്പച്ചൻ പറഞ്ഞു, വെളിക്കിരിക്കാൻ പോയതാ ഞാൻ. അപ്പോഴാ തൂണിനടുത്ത് എന്തോ അനങ്ങണ പോലെ തോന്നിയത്. അതെന്താണെന്ന് അറിയാൻ പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോഴാ കാലാന്ന് മനസ്സിലായത്. അപ്പോ തന്റെ അടുത്ത് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല സർ. സംശയിക്കത്തക്കതായി പിന്നെ എന്തെങ്കിലും? പുഴയില് വലിയൊരു വഞ്ചി ഉണ്ടായിരുന്നു. മണല് കട്ടുവാരുന്നതാന്നാ കരുതിയത്. അങ്ങനെയല്ലാന്ന് എപ്പോഴാ മനസ്സിലായത്? അതിങ്ങോട്ട് വന്നപ്പോ. വഞ്ചിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എത്ര പേരുണ്ടായിരുന്നു വഞ്ചിയില്? 2 പേര്. കരയ്ക്ക് കയറിയിട്ട് അവരെന്താ ചെയ്തത്? കൈയും കാലുമൊക്കെ കഴുകി. എന്നിട്ടോ? പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല സർ. ഇനി അവരെ കണ്ടാ തിരിച്ചറിയാൻ പറ്റുമോ ഔസേപ്പച്ചന്? ശ്രമിച്ചു നോക്കാന്നേ ഉള്ളൂ. ഉറപ്പിച്ച് പറയാൻ പറ്റില്ല സർ. അർജുൻ ഹരിപ്രസാദിനെ വിളിച്ചു. ഹരിപ്രസാദ് അടുത്തു വന്ന് അറ്റൻഷനായി. എല്ലാ സ്റ്റേഷനിലും ബന്ധപ്പെട്ട് ആരെങ്കിലും മിസ്സായതായി പരാതി കിട്ടിയിട്ടുണ്ടോ എന്നറിയണം സർ. ഇന്നലെ രാത്രി പുഴയിലുണ്ടായിരുന്ന വഞ്ചികളെ പറ്റിയും അന്വേഷിക്കണം സർ. കൊല്ലപ്പെട്ടയാളുടെ ശിരസും മറ്റു ഭാഗങ്ങളും ഈ പുഴയിൽ തന്നെ കാണാൻ സാധ്യതയുണ്ട്. അന്വേഷിക്കണം സർ. ഉച്ചവരെ അന്വേഷിച്ചിട്ടും പോലീസിന് ഒരു തുമ്പും കിട്ടിയില്ല. എവിടെ നിന്നും മാൻ മിസ്സിംഗും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 3 മണിയോടെ രഘുവും ജോയിയും SP ഓഫീസിലെത്തി. അർജുൻ ചോദിച്ചു, എന്തായി? രഘു പറഞ്ഞു, കൊല്ലപ്പെട്ടത് ഒരു തെരുവ് കൊണ്ടയാണോന്ന് സംശയമുണ്ട് സർ. അതാവാം കാണാനില്ലെന്ന പരാതിയുമായി ആരും വരാത്തത്. ജോയി ചോദിച്ചു, നമുക്ക് മുനമ്പത്തോ പറവൂരോ ഒന്ന് അന്വേഷിച്ചാലോ? രഘു തുടർന്നു, പറവൂര് KMK ജംഗ്ഷനിൽ വെച്ച് ആള് മാറി 4 പേരുടെ വയറ് വെട്ടിപ്പൊളിച്ചത് അടുത്ത കാലത്താ. ചെറായിൽ ഗുണ്ടാത്തലവനായ അശോകനെയും അജ്ഞാതർ കഴുത്തറുത്തു കൊന്നു. അതിനു പകരമായിക്കൂടെ സർ ഈ കൊല? അർജുൻ പറഞ്ഞു, ചിട്ടി ബ്ലേഡ് മാഫിയകളുടെ അഴിഞ്ഞാട്ടമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ മാധവൻ തമ്പിയുടെ ബിനാമിയ തലപ്പത്തുള്ളവരൊക്കെ. തമ്പിയെ വലയിലാക്കാതെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് പ്രയോജനമില്ല. പെട്ടെന്ന് ഹാഫ് ഡോറിൽ ഒരു മുട്ട് കേട്ടു. അർജുൻ പറഞ്ഞു, കമ്മിങ്. ഹരിപ്രസാദ് അകത്തേക്ക് വന്ന് അറ്റൻഷനായി. അർജുൻ ചോദിച്ചു, എന്താ? തൃപ്പൂണിത്തറയെന്ന് CI സ്റ്റീഫൻ വിളിച്ചിരുന്നു സർ. അവിടെ അവർക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. മാൻ മിസ്സിംഗ് തന്നെ. ഒരു ചന്ദ്രചൂടൻ. പരാതിപ്പെട്ടിട്ടുള്ളത് അയാളുടെ അച്ഛനാ, ഗോപാലപിള്ള. നമ്മൾ കണ്ടെടുത്ത കാലുകൾ ട്രേസ് ചെയ്യാൻ അയാൾ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ആശ്വാസത്തോടെ അർജുൻ പറഞ്ഞു, താങ്ക് ഗോഡ്, ഒരു തുമ്പെങ്കിലും കിട്ടിയല്ലോ. ഹരിപ്രസാദ് പിന്നെയും പറഞ്ഞു, ഇന്നലെയും സ്റ്റീഫൻ ഒരു പരാതി കിട്ടിയിരുന്നു സർ. അർജുൻ മുന്നോട്ടാഞ്ഞിരുന്നു. ശ്രീധരൻ എന്നൊരു ഗുണ്ട അയാളെയും മോനെയും ഭീഷണിപ്പെടുത്തിയെന്നും പറഞ്ഞ്. അർജുൻ അത്ഭുതത്തോടെ ഹരിപ്രസാദിനെ നോക്കി. ശ്രീധരനോ? യു മീൻ നമ്മുടെ ശ്രീധരൻ? പക്ഷേ തൃപ്പൂണിത്തറയിൽ അവൻ എന്താ കാര്യം? ഗോപാലപിള്ള വരുമ്പോ അന്വേഷിക്കാം സർ. അർജുൻ പറഞ്ഞു, ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ ശ്രീധരൻ. പോലീസ് സംശയിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാ ചിലപ്പോ ഒളിവിൽ പോയെന്ന് വരും. ഹരിപ്രസാദ് ചോദിച്ചു, ഞങ്ങൾ ഊർമിളയുടെ വീടൊന്ന് സെർച്ച് ചെയ്തോട്ടെ സർ. വിലപ്പെട്ട തെളിവുകൾ എന്തെങ്കിലും കിട്ടിയാലോ? അർജുൻ സമ്മതിച്ചു. ശ്രീധരൻ മുണ്ടൊന്ന് കുടഞ്ഞെടുത്തു. ഷർട്ട് എടുത്തിട്ടു. മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഊർമിള ചോദിച്ചു, എങ്ങോട്ടാ? ആ ഡോക്ടർ ഒന്ന് കാണണം, ഒരു ജോലിയുടെ കാര്യത്തിനാ. ഇവിടെ നമുക്കൊരു ഓട്ടോ വാങ്ങിച്ചിട്ടാലോ? ബസ് റൂട്ടില്ലാത്തതല്ലേ, നല്ല ഓട്ടം കിട്ടും. ശ്രീധരൻ ചിരിച്ചു. ഓട്ടം കിട്ടും, പക്ഷെ ഓട്ടോയ്ക്കല്ല, എനിക്ക്. ആരെങ്കിലും കേറുക പെണ്ണെ എന്റെ ഓട്ടോയില്? CC അടയ്ക്കാനുള്ള കാശ് പോലും കിട്ടില്ല. അപ്പോൾ ഒരു പോലീസ് ജീപ്പ് വീടിന്റെ മുറ്റത്ത് വന്നു നിന്നു. ആദ്യം ഇറങ്ങിയത് ഹരിപ്രസാദാണ്. ഷർട്ടിട്ട് നിൽക്കുന്ന ശ്രീധരനെ കണ്ടപ്പോൾ അയാൾക്ക് കലി കയറി. മുന്നോട്ടാഞ്ഞ് അയാളുടെ കവിളടച്ചൊന്ന് കൊടുത്തുകൊണ്ട് ഹരിപ്രസാദ് ആക്രോശിച്ചു, സ്ഥലം വിടാൻ പോവാണല്ലേ? അത് അറിഞ്ഞുകൊണ്ട് തന്നെയാടാ വന്നത്. രഘു, അവറ്റകളെ ഇറക്കി വിട്. സർക്കിൾ ഇൻസ്പെക്ടർ രഘു ഇറങ്ങി പിന്നിലെ ഡോർ തുറന്നു. 2 കൂറ്റൻ അൽസേഷ്യൻ നായ്ക്കൾ പുറത്തു ചാടി. അവ ആദ്യം ശ്രീധരനെയും ഊർമിളയും ഒന്ന് വലം വെച്ചു. ഊർമിള ഉറക്കെ നിലവിളിച്ചു. നായ്ക്കൾ മുറ്റത്തും വരാന്തയിലുമൊക്കെ മണം പിടിച്ച് നടന്നിട്ട് പെട്ടെന്ന് വീടിന്റെ പിന്നിലേക്ക് ഓടി. ജോയിയും 2 പോലീസുകാരും പിന്നാലെ പോയി. നായ്ക്കളിൽ ഒന്ന് പിന്നിലെ വിറകുപുരയ്ക്കുള്ളിൽ നിന്ന് എന്തോ കടിച്ചെടുത്തു. അത് വാങ്ങി ജോയി രഘുവിന് കൊടുത്തു. ചോര പുരണ്ട ഒരു തുണിക്കഷ്ണമായിരുന്നു അത്. നായ്ക്കൾ വീടിന്റെ തെക്ക് ഭാഗത്തേക്ക് കുതിച്ചു. അച്ഛനെയും അമ്മയെയും അടക്കിയ സ്ഥലത്ത് അവ കാലുകൊണ്ട് മാന്തുന്നത് കണ്ടപ്പോൾ കരഞ്ഞുകൊണ്ട് ഊർമിള പറഞ്ഞു, നായ്ക്കളെ വിട്ട് ആ സ്ഥലം അശുദ്ധമാക്കരുത്. അവിടെയാ സർ എന്റെ എന്റെ ഹരിപ്രസാദ് പറഞ്ഞു. ആ സ്ഥലം അശുദ്ധമാക്കിയത് നായ്ക്കളല്ലടി, ദേ ഈ നിൽക്കണ നിന്റെ മറ്റവനാ.
ഇവൻ അവിടെ കുഴിച്ചിട്ടിരിക്കുന്ന ഒരു സാധനം തേടി വന്നതാ ഞങ്ങള്. നോക്കട്ടെ, ഇല്ലെങ്കിൽ തിരിച്ചു പൊക്കോളാം. ഊർമിളയ്ക്ക് ഒന്നും മനസ്സിലായില്ല. നായ്ക്കൾ പുതിയതായി മണ്ണ് മൂടിക്കിടന്നിരുന്ന മറ്റൊരു സ്ഥലത്ത് മാന്താൻ തുടങ്ങിയിരുന്നു. സിഐ രഘു പറഞ്ഞു, അവിടെ കുഴിച്ചു നോക്ക്. പോലീസുകാർ ആ ഭാഗത്തെ മണ്ണ് മാന്താൻ തുടങ്ങി. അധികം തിരയേണ്ടി വന്നില്ല. ഒരു പ്ലാസ്റ്റിക് കവറിന്റെ അറ്റം കണ്ടു. ജോയി അത് വലിച്ചു പുറത്തെടുത്തു. അതിനുള്ളിൽ മുറിച്ചെടുത്തൊരു തലയായിരുന്നു. ഊർമിള പേടിയോടെ നിലവിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടി. അവളുടെ നിലവിളി കേട്ട് ആളുകൾ ഓടിക്കൂടി. അക്കൂട്ടത്തിൽ അരവിന്ദാക്ഷനും ഉണ്ടായിരുന്നു. പോലീസുകാർ പിന്നെയും കുഴിച്ചു നോക്കി. വേറെ ഒന്നും കിട്ടിയില്ല. ഹരിപ്രസാദ് ഷർട്ടിൽ കൂട്ടിപ്പിടിച്ച് ശ്രീധരനെ മേലേക്ക് ഉയർത്തി. കാലും തലയും കിട്ടി, ബാക്കിയുള്ളതൊക്കെ എവിടെയാടാ? നിർവികാരനായി ശ്രീധരൻ പറഞ്ഞു, എനിക്കറിയില്ല. ഹരിപ്രസാദ് അവനെ ചുവരിൽ ചേർത്ത് വെച്ച് കഴുത്തിൽ കുത്തിപ്പിടിച്ചു. നായിന്റെ മോനെ, ഇനിയും നുണ പറയുന്നോ? ഒരുത്തനെ പച്ചയ്ക്ക് വെട്ടി നുറുക്കിയിട്ട്. അരവിന്ദാക്ഷൻ മുന്നോട്ട് വന്നു. വിറയലോടെ അയാൾ ചോദിച്ചു, അത് അത് ചന്ദ്രചൂടനാണോ? ഹരിപ്രസാദ് ശ്രീധരനെ വിട്ട് അരവിന്ദാക്ഷന്റെ നേരെ തിരിഞ്ഞു. എന്താ, താൻ അറിയോ ചന്ദ്രചൂടനെ? അറിയും സർ. എങ്ങനെ? ഞാൻ ഞാനവനെ ഇവിടുത്തെ ഊർമിളയ്ക്ക് വേണ്ടി ആലോചിച്ചതാ. ഓഹോ, ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്? ജയിലിൽ നിന്ന് വന്ന അന്നേ ഓങ്ങി വെച്ചതാ. സൗകര്യം കിട്ടിയത് ഇപ്പോഴാന്ന് മാത്രം, അരവിന്ദാക്ഷൻ പറഞ്ഞു. ഇന്നലെ എന്റെ അടുത്ത് വന്ന് ചന്ദ്രചൂടന്റെ അഡ്രസ്സ് ചോദിച്ചു. പേടിച്ചിട്ടാ ഞാൻ കൊടുത്തത്, അല്ലെങ്കിൽ ഇവൻ എന്നെയും. ഹരിപ്രസാദ് ക്രൂരമായ ചിരിയോടെ ശ്രീധരനെ നോക്കി. ഇപ്പൊ തോന്നുന്നുണ്ടോ നിനക്ക് എല്ലാം തുറന്നു പറയണെന്ന്? ശ്രീധരൻ അപ്പോഴും പറഞ്ഞു, തുറന്നു പറയാനൊന്നുമില്ല. ഞാൻ അവനെ കണ്ടത് ശരിയാ, വർത്തമാനം പറഞ്ഞതും ശരിയാ, പക്ഷെ കൊന്നിട്ടില്ല. ഹരിപ്രസാദ് ഒന്ന് അമർത്തി മൂളി. എന്നാ കേറ്റിക്കോ ജീപ്പില്, നമുക്ക് ഇവനെ കൊണ്ടുപോയെന്ന് തടവി നോക്കാം. രഘു പോക്കറ്റിൽ നിന്നും വിലങ്ങെടുത്തു. ഊർമിള തേങ്ങിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നു. ശ്രീധരനെ നോക്കി കരച്ചിലിനിടയിലൂടെ അവൾ ചോദിച്ചു, അപ്പോ അതാ രാത്രിയിൽ വൈകി വന്നത് അല്ലേ? അയാളെ കൊന്നതുകൊണ്ടാ മനസ്സ് കൈവിട്ടു പോയെന്നും അറിയാതെ പറ്റിയതാണെന്നും പറഞ്ഞതല്ലേ? എന്താ ഏട്ടാ ഈ കേൾക്കണതൊക്കെ? എന്തിനാ ഏട്ടൻ അയാളെ കൊന്നത്? പാവായിരുന്നില്ലേ അയാള്? ആ നിമിഷം ശ്രീധരന്റെ കണ്ണുകൾ നിറഞ്ഞു. നെഞ്ചൊന്ന് പിടഞ്ഞു. താനല്ല അത് ചെയ്തതെന്ന് 1000 വട്ടം മനസ്സ് പറഞ്ഞു. പക്ഷെ നാവ് അനങ്ങിയില്ല. ഹരിപ്രസാദ് പറഞ്ഞു, നിന്റെ പെണ്ണ് പറയണത് കേട്ടില്ലേ? നീയാണ് അവനെ കൊന്നതെന്ന്. ഇനി നീ അല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ശ്രീധര, തെളിവുകളൊക്കെ നിനക്കെതിരാ. രഘു ശ്രീധരനെ വിലങ്ങ് വെച്ചു. ഹരിപ്രസാദ് അയാളെ നായ്ക്കളോടൊപ്പം പിൻസീറ്റിലാണ് കയറ്റിയത്. ജീപ്പ് അകന്നു പോയപ്പോൾ കൂടി നിന്നവരും പിരിഞ്ഞുപോയി. ഊർമിള അവിടെ തനിച്ചായി. സാരിയുടെ തുമ്പുകൊണ്ട് മുഖം അമർത്തിച്ചുടച്ച് അകത്തേക്ക് നടക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ കണ്ണീരില്ലായിരുന്നു. പകരം അവിടെ 2 തീപ്പൊട്ടുകൾ തിളങ്ങി. ചുണ്ടിൽ വന്യമായ ഒരു ചിരിയും വന്നൊട്ടി. ഉറങ്ങിക്കിടന്നിരുന്ന 2 ആത്മാവുകൾക്ക് കേൾക്കാൻ എന്ന മട്ടിൽ അവൾ പറഞ്ഞു, കണ്ടില്ലേ, ശിക്ഷ നടപ്പാക്കാൻ നേരിട്ടിറങ്ങി വന്നിരിക്കുകയാണ് ഈശ്വരൻ. ഈ പാവം പെണ്ണിന്റെ കണ്ണീര് അത്രയ്ക്കും അദ്ദേഹത്തെ പൊള്ളിച്ചിട്ടുണ്ടാവും. ഇതവന്റെ അന്ത്യവിധിയാണെങ്കിൽ ഇനി ശേഷിക്കുന്നത് ഒരു മടക്കയാത്ര മാത്രം. വൈകാതെ ഞാനും വരും, ആ പിശാചിന്റെ അവസാനത്തെ പിടച്ചിലും തീർന്നിട്ട്. ഫ്രീസറിൽ മരവിച്ചിരുന്ന ശിരസിലേക്കും 6 വിരലുള്ള കാലിലേക്കും ഗോപാലപിള്ള ഒരു വട്ടമേ നോക്കിയുള്ളൂ. മോനെ എന്ന നിലവിളിയോടെ അയാൾ തളർന്നു വീണു. അയാളെ താങ്ങി പിടിച്ചുകൊണ്ട് അർജുൻ ചോദിച്ചു, പറയൂ, ഇത് നിങ്ങളുടെ മകന്റെ തന്നെയാണോ? കൈകൾ കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ച് ഗോപാലപിള്ള നിലവിളിച്ചു. കാണണ്ട, എനിക്കൊന്നും കാണണ്ട. എന്നെ ഇവിടുന്ന് കൊണ്ടുപോകൂ. ഇനി എന്നെ അത് കാണിക്കല്ലേ. കണ്ട ഹൃദയം പൊട്ടി ഞാൻ മരിക്കും. അയാളെയും കൊണ്ട് അർജുൻ പുറത്തേക്ക് നടന്നു. അപ്പോ അത് ചന്ദ്രചൂഡൻ തന്നെയാണല്ലേ? നെഞ്ച് തകരുമാറ് ഗോപാലപിള്ള പിടഞ്ഞു. അതവൻ തന്നെയാ എന്റെ മോൻ. കാല് വെട്ടൂന്നും തല വെട്ടൂന്നും ഒക്കെ പറഞ്ഞപ്പോ വെറുതെ പേടിപ്പിക്കാന്നാ കരുതിയെ. ചെയ്തൂലോ, പറഞ്ഞതുപോലെ തന്നെ ചെയ്തൂലോ? അർജുൻ മെല്ലെ ചോദിച്ചു. ആരാ ചെയ്തത്? നിലവിളിക്കിടയിലൂടെ ഗോപാലപിള്ള പറഞ്ഞു, ശ്രീധരൻ. സബ് ജയിലിലേക്ക് പോകുന്ന വഴിക്കുള്ള കുപ്രസിദ്ധമായ ഇരുട്ടറയിൽ ചോരയൊലിപ്പിച്ച് കിടന്ന് പിടയുകയായിരുന്നു ശ്രീധരൻ. തുണിയിൽ കെട്ടിയിട്ട ഒരു ഇരുമ്പ് കെട്ടി കൊണ്ട് ഹരിപ്രസാദ് അയാളുടെ മുഖത്ത് ആഞ്ഞിടിച്ചു. കവിളി ചതഞ്ഞ് വായിലൂടെ ചോരയൊഴുകി. ഹരിപ്രസാദ് ഗർജിച്ചു, ഇനിയും കൊന്നില്ലാന്ന് പറഞ്ഞ ചോര പൊടിഞ്ഞിടത്തൊക്കെ ഉപ്പും മുളകും തേച്ച് കയ്യും പിന്നിൽ കെട്ടി മുകളിലുള്ള കുളത്തിൽ തൂക്കിയിടും ഞാൻ. അതിന്റെ പേരാ ഗരുഡൻ തൂക്കം. പിന്നെയും അത് തന്നെ പറഞ്ഞ നഖത്തിന്റെ ഇടയില് മുട്ടുസൂചി കയറ്റും. അതുകൊണ്ടൊന്നും നിന്റെ ദുരിതം തീരില്ല ശ്രീധര.
നെയിൽ പ്ലക്കർ കൊണ്ട് ഓരോ നഖവും പറിച്ചെടുക്കും ഞാൻ. പറയേ, പറയടാ, നീയല്ലേ ചന്ദ്രചൂഡനെ കൊന്നത്? ശ്രീധരൻ തളർന്ന ശബ്ദത്തിൽ പറഞ്ഞു. അല്ല, ഇരുമ്പ് കെട്ടി ഓങ്ങിക്കൊണ്ട് ഹരിപ്രസാദ് ഗർജിച്ചു. അല്ലേ? അല്ല, അല്ല, അല്ല. ആ നിമിഷം മുറിയുടെ വാതിൽ മലർക്കെ തുറന്നു. വാതിൽക്കിൽ നിന്ന് കത്തുന്ന ഒരു ശബ്ദം കേട്ടു. ഹരിപ്രസാദേ! ഹരിപ്രസാദ് കണ്ടു. വാതിൽക്കൽ അർജുൻ, പിന്നിൽ രഘുവും ജോയിയും. അർജുൻ അകത്തേക്ക് വന്നു. ഇവനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ഹരിപ്രസാദ് പരിങ്ങി. അത് പിന്നെ ഇവൻ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അർജുന്റെ ശബ്ദമുയർന്നു. കാക്കിയിട്ടാൽ കാട്ടാളുടെ ജന്മം കിട്ടില്ലടോ. പോലീസാണെന്ന് പറയാൻ നാണമില്ലേ തനിക്ക്? തറയിൽ അവശനായി വീണുകിടന്നിരുന്ന ശ്രീധരൻ മെല്ലെ എഴുന്നേറ്റു. വീഴാതിരിക്കാനായി അയാൾ ചുവരിലേക്ക് ചാഞ്ഞപ്പോൾ അർജുൻ താങ്ങിപ്പിടിച്ചു. അയാളെ തള്ളി മാറ്റി ഭ്രാന്ത് പിടിച്ചതുപോലെ ശ്രീധരൻ അട്ടഹസിച്ചു. ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. രാവുണ്ട് മാഷെ വെട്ടി അരിഞ്ഞിട്ടുണ്ട്. സത്യന്റെയും വേറെ ഒരുപാട് ചെറുപ്പക്കാരുടെയും കാല് തല്ലിയൊടിച്ചിട്ടുണ്ട്. തീയിട്ട് ചുട്ടിട്ടുണ്ട് പലരെയും. നാട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ കരയിച്ചിട്ടുണ്ട്. ചെയ്തതൊന്നും ചെയ്തിട്ടില്ലാന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. കൊന്നിട്ടുണ്ടെങ്കിൽ കൊന്നു എന്ന് പറയാനുള്ള ചങ്കുറപ്പ് ഇപ്പോഴും ഉണ്ട് ഈ ശ്രീധരന്. നെഞ്ചിൽ തൊട്ട് പറയുകയാണ് ഞാൻ. മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്ക്, ചന്ദ്രചൂഡനെ ഞാൻ കൊന്നിട്ടില്ല. കൊല്ലൂന്ന് പറഞ്ഞത് ശരിയാ, പക്ഷേ കൊന്നിട്ടില്ല, കൊന്നിട്ടില്ല, കൊന്നിട്ടില്ല. ശ്രീധരന്റെ വായിൽ നിന്നും വാക്കുകളോടൊപ്പം ചോരയൊഴുകി. എങ്കിൽ പിന്നെ ആരാ ചന്ദ്രചൂഡനെ കൊന്നത്? ചോരയൊഴുകിയ ശ്രീധരന്റെ മുഖത്തേക്ക് നോക്കാതെയാണ് അർജുൻ ചോദിച്ചത്. ഒട്ടും വൈകാതെ മറുപടി കിട്ടി. അറിയില്ല. മാധവൻ തമ്പിയാണോ? അവജ്ഞയോടെ ശ്രീധരൻ ചോദിച്ചു. ആണെങ്കിൽ? അർജുന്റെ ശബ്ദം കനത്തു. ആ നിമിഷം അയാളുടെ കയ്യിൽ വിലങ്ങു വീഴും. വേദന കൊണ്ട് ശരീരം നേറിയിട്ടും ശ്രീധരൻ കുലുങ്ങിച്ചിരിച്ചു. അപ്പ ഊരി വെക്കേണ്ടി വരും സാറിട്ടിരിക്കുന്ന കുപ്പായം. രോഷം നിയന്ത്രിച്ചുകൊണ്ട് അർജുൻ പറഞ്ഞു. അത് നിശ്ചയിക്കേണ്ടത് നീയല്ല ശ്രീധര. രഹസ്യങ്ങളൊക്കെ തുറന്നു പറയാൻ തയ്യാറാണെങ്കിൽ തമ്പിയുടെ ജാതകം തിരുത്തിയത് ഞാൻ. കഴിയില്ല സർ. ഒടുക്കത്തെ ആദർശം പറഞ്ഞ് കാക്കിയിട്ട പലരും ബംഗ്ലാവിൽ ചെന്നിട്ടുണ്ട്. ഒന്ന് രണ്ടു പേരുടെ കാല് തല്ലിയൊടിച്ചത് ഞാനാ. ചിലര് കുപ്പായം ഊരി വെച്ച് സന്യസിക്കാൻ പോയി. ബാക്കിയുള്ളവരെ പറ്റി പിന്നെ ആരും കേട്ടിട്ടില്ല. അത് ഈ നാടിന്റെ തലവിധിയാ. മാറ്റി എഴുതാൻ പറ്റില്ല. ഉപദേശം വേണ്ട. നിന്റെ സഹായമില്ലാതെ തന്നെ അയാളെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കും ഞാൻ. അപ്പോഴും ഉണ്ടാവണം ചുണ്ടിലെ പരിഹസിച്ചുള്ള ഈ ചിരി. അർജുൻ ഹരിപ്രസാദിന്റെ നേരെ തിരിഞ്ഞു. ഇനി കൈക്രിയകളൊന്നും വേണ്ട. വൈകാതെ ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഈ മുറിവുകളൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് കോടതിയിൽ പറയുകയും വേണം. മറുപടി കാക്കാതെ അർജുൻ പുറത്തിറങ്ങി. പിന്നാലെ രഘുവും ജോയിയും. ചുട്ടുപഴുത്ത കണ്ണുകളോടെ ശ്രീധരൻ ഹരിപ്രസാദിനെ നോക്കി. ആദ്യമായിട്ടാ കാക്കിയിട്ട ഒരുത്തൻ എന്റെ ദേഹത്ത് കൈവെക്കണത്. ജയിലിൽ പോണേന് മുമ്പായിരുന്നെങ്കിൽ നിന്നെ ഇറച്ചി വെട്ടണത് പോലെ വെട്ടി അരിഞ്ഞേനെ ഞാൻ. ഹരിപ്രസാദ് ചിരിച്ചു. മനസ്സുമാറി വിശുദ്ധനായതുകൊണ്ടാ നിനക്ക് ഈ സമ്മാനമൊക്കെ കിട്ടിയത്. തീർന്നിട്ടില്ല ശ്രീധര. കഴുത്തിലിടാൻ ഒരു കുരുക്ക് കൂടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതും വൈകാതെ തന്നേക്കാൻ ഞാൻ. ശ്രീധരൻ മിണ്ടിയില്ല. അപ്പോൾ വീടിന്റെ വരാന്തയിൽ ഇരുന്ന് കീറിയ ഒരു ബ്ലൗസ് തുന്നുകയായിരുന്നു അഞ്ജന. സത്യൻ അവളുടെ അടുത്തേക്ക് ചെന്നു. മുഖമുയർത്താതെ അഞ്ജന ചോദിച്ചു. ശ്രീധരനെ തൂക്കിക്കൊല്ലു ഏട്ടാ? പതിഞ്ഞ ശബ്ദത്തിൽ സത്യം പറഞ്ഞു. അങ്ങനെയാ നാട്ടിലെല്ലാവരും പറയണത്. അഞ്ജന ചിരിച്ചു. നന്നായി, ശല്യം തീരൂലോ. മടിച്ചു മടിച്ച് സത്യം പറഞ്ഞു. ഞാൻ ഉണ്ണികൃഷ്ണനെ കണ്ടിരുന്നു അഞ്ജനെ. പൊടുന്നനെ അവളുടെ മുഖം വിവരണമായി. അത് ശ്രദ്ധിക്കാതെ സത്യൻ തുടർന്നു. ഇത്രയും നാളും അവൻ ഗൂഡല്ലൂരിലായിരുന്നു. ഭാര്യയും കുട്ടികൾക്കുമൊക്കെ ഉണ്ടോ കൂടെ? അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അഞ്ജന മുഖമുയർത്തി. അതെന്താ? വിശുദ്ധിയുള്ള ഒരു പെണ്ണിനെ കിട്ടിയില്ലേ? അവനെ പോലെ നീയും തനിച്ചാന്ന് പറഞ്ഞപ്പോ എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞുവല്ലേ? അഞ്ജനയുടെ മുടിയിൽ മെല്ലെ തഴുകിക്കൊണ്ട് സത്യം പറഞ്ഞു. നീ എതിരൊന്നും പറയരുത്. കഴിഞ്ഞതൊക്കെ മറന്ന് ഈ കല്യാണത്തിന് സമ്മതിക്കണം. നിന്നെ സങ്കടപ്പെടുത്തിയതില് ഇപ്പോഴാനും വല്ലാത്ത വിഷമമുണ്ട്. ഞാൻ വാക്കു കൊടുത്തോട്ടെ? അഞ്ജനയുടെ മുഖമിരുണ്ടു. കല്യാണം കഴിക്കേണ്ടത് പെണ്ണും പെണ്ണും തമ്മിലല്ല, ആണും പെണ്ണും തമ്മിലാ. നശിച്ച പെണ്ണിനെ വേണ്ടാന്ന് പറഞ്ഞ് ഏട്ടനെ ഒരുപാട് കരയിപ്പിച്ചത് അയാള്. നാണം കെട്ട് ഞാനും തേടി ചെന്നിട്ടുണ്ട് ഉപേക്ഷിക്കരുതെന്ന് പറയാൻ. അന്ന് അയാള് പറഞ്ഞത് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. വിഴുപ്പു ചുമക്കാൻ വയ്യാത്രേ. അന്നൂരി വലിച്ചെറിഞ്ഞതാ അവൻ വിരലിട്ട് തന്ന മോതിരം. മുറിച്ചു മാറ്റിയത് ഇനി എന്തിനാ ഏട്ടാ ഏച്ചു കെട്ടണത്? വേറൊരു പെണ്ണിനെ കെട്ടി മനസമാധാനത്തോടെ ജീവിച്ചോട്ടെ അയാള്.
സത്യൻ നിശബ്ദനായി. അപ്പോൾ അർജുന്റെ ക്യാബിനിലേക്ക് കയറി വന്ന് അറ്റൻഷനായി ജോയി പറഞ്ഞു, ചന്ദ്രചൂഡന്റെ ഉടല് കിട്ടി സർ. അർജുൻ മുഖമുയർത്തി. അക്വിഡേറ്റിന്റെ ഉള്ളിലായിരുന്നു. അർജുൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ബ്രൂട്ടലായ ഒരു മർഡർ, അതും കാര്യമായ മോട്ടീവ് ഇല്ലാതെ. മൃതശരീരത്തോട് പോലും ക്രൂരത കാട്ടിയിരിക്കുന്നു. ചന്ദ്രചൂഡിനോട് അത്രയ്ക്കും പകയുണ്ടായിരുന്നു ശ്രീധരന്? കൊന്നൂന്ന് തെളിയിക്കാൻ ആ ഗോപാലപിള്ളയുടെ മൊഴി മാത്രം പോരെ സർ? അർജുൻ പറഞ്ഞു. കൊന്നിട്ട് ശിരസ് വെട്ടിയെടുത്ത് താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിടാറുണ്ടോ സെൻസുള്ള ഏതെങ്കിലും ക്രിമിനൽ? ജോയി മിണ്ടിയില്ല. അർജുൻ തുടർന്നു. പിന്നെയുമുണ്ട് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ. കൊന്നിട്ട് അവനെന്തിനാ ബോഡി ആലുവയിലേക്ക് കൊണ്ടുവന്നത്? വെട്ടിമുറിച്ച് പല സ്ഥലത്തായി വിതറാനോ? എന്താ മനസ്സിന്റെ ബാലൻസ് തെറ്റിയ ആളാണോ ശ്രീധരൻ? പക്ഷേ ചന്ദ്രചൂഡന്റെ കൈയും കാലും വെട്ടിയെടുത്ത് പുഴയിൽ ഒഴുക്കുമെന്ന് ഗോപാലപിള്ളിയോട് പറഞ്ഞല്ലോ ശ്രീധരൻ. അർജുൻ ചിരിച്ചു. ചിന്തകൾ വഴിതെറ്റരുത്. കൊല ചെയ്തത് ശ്രീധരനാണ് തെളിയിക്കാനുള്ള ഒട്ടുമിക്ക എവിഡൻസും നമ്മുടെ പക്കലുണ്ട്. പക്ഷേ ആ കൊലയാളി വേറെ ആരെങ്കിലും ആണെങ്കിലോ? ആ സാധ്യതയും തള്ളിക്കളയരുത്. കാല് വെട്ടുമെന്നും കൈ വെട്ടുമെന്നും ശ്രീധരൻ ഗോപാലപിള്ളിയോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു എന്ന് കരുതി കൊന്നു എന്നുള്ള കൺക്ലൂഷനിലെത്താമോ? അത് ചെയ്തത് ശ്രീധരൻ പറഞ്ഞത് കേട്ടുനിന്ന് ആരെങ്കിലും ആയിക്കൂടെ? ജോയി പറഞ്ഞു. ശരിയാണ് സർ, അങ്ങനെയും സംഭവിക്കാം. ഹരിപ്രസാദ് കണ്ടെടുത്ത ലൈവായ തെളിവുകളെക്കാൾ വിശ്വാസ്യതയുണ്ട് ടോർച്ചർ റൂമിൽ വെച്ച് ശ്രീധരൻ നമ്മളോട് പറഞ്ഞ വാക്കുകൾക്ക്. കൊന്നത് മാധവൻ തമ്പി ആയിക്കൂടെ സർ? ന്യായമായും സംശയിക്കാം. പക്ഷേ ചന്ദ്രചൂഡൻ എങ്ങനെയാണ് അയാളുടെ ശത്രുവായത്? ഇങ്ങനെ മൃഗീയമായി കൊല്ലാൻ തക്കവണ്ണം അയാൾ എന്ത് തെറ്റാണ് ചെയ്തത്? അപ്പോഴും ജോയി ഒന്നും വേണ്ടിയില്ല. അർജുൻ പറഞ്ഞു, സൂക്ഷിക്കണം ജോയി. വലയിലാക്കാനുള്ളത് ഒരു വമ്പൻ തിമിംഗലത്തെയാണ്. ജീവൻ പോലും നഷ്ടപ്പെട്ടു എന്ന് വരും. അത്രയ്ക്കും അപകടകാരിയാണ് ആ ബാസ്റ്റാർഡ്. അപ്പോൾ പുൽത്തകിടിയുള്ള ഊഞ്ഞാലിൽ നിന്ന് മെല്ലെ മെല്ലെ ആടുകയായിരുന്നു മാധവൻ തമ്പി. തൊട്ടടുത്ത് നിന്ന് ഹരിപ്രസാദ് പറഞ്ഞു, ഇടിച്ച് പതിര് കലക്കിയിട്ടും കണ്ണിലെ കനൽ കെട്ടില്ല. ഉറക്കെയൊന്ന് നിലവിളിച്ചു പോലുമില്ല. തൂക്കിക്കൊല്ലം വിധിച്ചാലും ശ്രീധരന്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് തോന്നണില്ല. തമ്പി ഊഞ്ഞാലിൽ നിന്നിറങ്ങി. തീർച്ചയാണോ? ഹരിപ്രസാദ് തലകുലുക്കി. അപ്പോൾ ഇനി ശേഷിക്കുന്നത് ബ്രഹ്മാസ്ത്രം മാത്രം. കൂടുതലൊന്നും പറയാതെ മാധവൻ തമ്പി ബംഗ്ലാവിന് നേരെ നടന്നു. സ്വീകരണ മുറിയിലെത്തിയപ്പോൾ അയാൾ പോക്കറ്റിൽ നിന്ന് സെൽഫോൺ എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു. ഫോൺ ചെവിയിൽ ചേർത്തതേ ഉള്ളൂ. ഒരു കൂർത്ത സ്വരം കേട്ടു. എന്താ, എന്തുണ്ടായി? തമ്പി ചിരിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല. ഉള്ളിലൊരു ചെറിയ മോഹം, രുക്മണിയെ ഒന്ന് കാണാൻ. വർഷങ്ങളായില്ലേ പിരിഞ്ഞിട്ട്, അതുകൊണ്ടാവും. വൈകാതെ പറഞ്ഞു വിടണം ഇങ്ങോട്ട്. തമ്പി ലൈൻ കട്ട് ചെയ്തു. സത്യമംഗലത്തെ കൊടുങ്കാട്ടിനുള്ളിലുള്ള ഒരു ഏറുമാടത്തിൽ ചുരുണ്ടു മടങ്ങി കിടക്കുകയായിരുന്നു രുക്മണി. കൈയും കാലും കാട്ടുവള്ളികൾ കൊണ്ട് കെട്ടിയിരുന്നു. കുഴിഞ്ഞ കണ്ണുകളും ശരീരത്തില് അവിടെവിടെയായി മുറിവുണങ്ങിയ പാടുകളുമുള്ള ഒരു സ്ത്രീ. ഏറെ വയസ്സ് തോന്നിക്കും. കീറിപ്പറഞ്ഞ ബ്ലൗസും പിന്നിപ്പോയ പഴകിയ ഒരു മുണ്ടുമായിരുന്നു വേഷം. സമൃദ്ധമായ മുടി പിന്നിൽ ജട കെട്ടി പതിഞ്ഞു കിടന്നിരുന്നു. ഏറുമാടത്തിലെ കാട്ടുവള്ളികൾ കൊണ്ടുണ്ടാക്കിയ ഏണി പിടഞ്ഞു. ഏറുമാടം കുലുങ്ങി. ആരോ വരുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ രുക്മണി ഈറ്റപ്പുലിയെ പോലെ ചീറിക്കൊണ്ട് പുറത്തേക്ക് നോക്കി. ഏണിയിലൂടെ അജാനുബാഹുവായ ഒരു രൂപം അകത്തേക്ക് വന്നു. കാടിന്റെ കരുത്ത് മുഴുവനും ആവാഹിച്ചെടുത്തതുപോലെയുള്ള ദൃഢമായ ശരീരമായിരുന്നു അയാളുടേത്. പറ്റെ വെട്ടിയ മുടിയും വസൂരിക്കുത്തുള്ള മുഖവും കണ്ടാൽ ആരും നടുങ്ങിപ്പോകും. പട്ടാളക്കാരൻ്റെതുപോലെയുള്ള വേഷം, തോളിലൊരു റൈഫിൾ. രുക്മണി കണ്ണുകൾ അടച്ചു. എന്നും പേടിപ്പിക്കുന്ന ഒരു സ്വപ്നം പോലെ മുന്നിലെത്താറുള്ള രൂപമാണിത്. ചത്തുവെന്ന് നാടുനീളെ പറഞ്ഞു പരത്തിയിട്ട് ഇപ്പോഴും കാട്ടിനുള്ളിലിരുന്ന് വിഷം ചീറ്റുന്ന രാജവെമ്പാല ഭൈരവൻ. രുക്മണിയെ കൗതുകത്തോടെ നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, ഒരുപാട് കാലമായില്ലടി പുറം ലോകം കണ്ടിട്ട്. ഇന്ന് അങ്ങനെ ഒരു ഭാഗ്യം വീണു കിട്ടിയിട്ടുണ്ട് നിനക്ക്. രുക്മണി അപ്പോഴും കണ്ണുകൾ തുറന്നില്ല. ഭൈരവൻ തുടർന്നു, പരിചയമുള്ള സ്ഥലത്തേക്കാ നിന്നെ കൊണ്ടുപോണത്. അവിടെ നിന്നെ കാത്തിരിക്കണതും നീ കാണാൻ ആഗ്രഹിക്കുന്ന ആളാ മാധവൻ തമ്പി. രുക്മണിയുടെ ഇടനെഞ്ചിൽ ഒരു മിന്നൽ പുളഞ്ഞിറങ്ങി വന്നു. മുന്നോട്ട് ചെന്ന് രുക്മണിയുടെ തലമുടിയിൽ കൂട്ടിപ്പിടിച്ചുലച്ച് ഭൈരവൻ പറഞ്ഞു, കൂടെ വരണത് മണികണ്ഠനാ. അവിടെ ചെല്ലുമ്പോ അരുതാത്തത് എന്തെങ്കിലും ചെയ്താ നിന്റെ നെഞ്ചു പിളർന്ന് ചോര കുടിക്കും അവൻ, മറക്കണ്ട. അയാൾ താഴേക്കിറങ്ങുമ്പോൾ രുക്മണിയുടെ ഓർമ്മകളിൽ ഇടിമുഴക്കമുണ്ടായിരുന്നു. പ്രേമം നടിച്ച് വഞ്ചിച്ച ഒരു കാപാലികനെ കാണാനാണ് പോകുന്നത്. വിശ്വസിപ്പിച്ച്
പ്രലോഭിപ്പിച്ച് താലി കെട്ടാമെന്ന് പോലും ഉറപ്പു തന്നു. അന്നൊന്നും വൃത്തികെട്ട ചിന്തയോടെ ശരീരത്തിൽ തൊട്ടിട്ടില്ല. വേണ്ടാത്ത ഒരു വാക്കും പറഞ്ഞിട്ടില്ല. മറ്റൊരാൾക്ക് സ്വാദു നോക്കാൻ കാത്തുവെച്ചതാണെന്ന് വൈകിയാണ് അറിഞ്ഞത്. കൂട്ടുകാരനാണെന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയിട്ട് പുറത്തേക്കിറങ്ങിയ ആൾ പിന്നെ വന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ട്. ഒരു സ്ത്രീയും ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത പീഡനങ്ങളാണ് ആ ദിവസങ്ങളിൽ അനുഭവിച്ചത്. തടവിലിട്ടതുപോലെയായിരുന്നു. പോകാൻ നേരത്ത് ഒരടുക്കു നോട്ടുകൾ കിടക്കയിലേക്ക് ഇട്ടു തന്നിട്ട് ആ ദുഷ്ടൻ പറഞ്ഞു, നിന്നെ എനിക്ക് മറക്കാൻ പറ്റില്ല. അത്രയ്ക്കും മാദകമായ രാത്രികളാ എനിക്ക് നീ തന്നത്. ഇവിടെ വരുമ്പോഴൊക്കെ ഇതുപോലെ കാണണം നമുക്ക്. തമ്പിയോട് ഞാൻ പറയുന്നുണ്ട്, നിന്നെ മൊത്തമായിട്ട് വിലക്ക് തന്നേക്കാൻ. ആരാന്നറിയില്ല, എവിടെയുണ്ടെന്നും അറിയില്ല, എങ്ങനെ കണ്ടുപിടിക്കുമെന്നറിയില്ല. പക്ഷേ ചൂണ്ടിക്കാട്ടാൻ ഇപ്പോഴുമുണ്ടല്ലോ ഒരാൾ ജീവനോടെ തന്നെ. തമ്പി. അർദ്ധരാത്രിയോടെയാണ് ടിൻഡർ ഗ്ലാസ് ഉള്ള കറുത്ത അംബാസഡർ കാർ മാധവൻ തമ്പിയുടെ ബംഗ്ലാവിലെത്തിയത്. കയ്യിൽ ചേർത്ത് വെച്ചിരുന്ന ഗൺ അലസമായി സീറ്റിലേക്കിട്ട് മണികണ്ഠൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പുറത്തേക്കിറങ്ങി. സിറ്റ് ഔട്ടിലെത്തി അയാൾ കോളിംഗ് ബെല്ലിന്റെ സ്വിച്ചിൽ വിരലമർത്തി. വാതിൽ തുറന്ന് പുറത്തു വന്നത് സക്കറിയയാണ്. കൊണ്ടുവന്നിട്ടുണ്ട്. സക്കറിയ കാറിന് നേരെ നോക്കി. മണികണ്ഠൻ പോർച്ചിലെത്തി. കാറിന്റെ പിന്നിലെ ഡോർ തുറന്നു. അയാൾ മുരണ്ടു. ഇറങ്ങി വാടി. രുക്മണി സാവധാനം പുറത്തേക്കിറങ്ങി. ചുമന്ന സാരിയും അതേ നിറത്തിലുള്ള ബ്ലൗസുമായിരുന്നു വേഷം. അവളുടെ കയ്യിൽ താൻ സീറ്റിൽ വച്ചിരുന്ന ഗണ്ണുണ്ടെന്നറിയാൻ മണികണ്ഠൻ ഒരു നിമിഷം വൈകി. അറിഞ്ഞപ്പോൾ അത് നെഞ്ചിനു നേരെ നീണ്ടു. മണികണ്ഠൻ അലറി വിളിച്ചു, എന്റെ മോളെ നീ! മുന്നോട്ട് ആഞ്ഞിട്ടും അടുത്തെത്താനായില്ല. അതിനു മുമ്പ് ഗൺ ശബ്ദിച്ചു. പലവട്ടം. ദിഗന്ധം പിളരുന്ന നിലവിളിയോടെ മണികണ്ഠൻ ചോരയിൽ കുതിർന്ന് താഴെ വീണു പിടഞ്ഞു. രുക്മണി ഗണ്ണുമായി സക്കറിയുടെ നേരെ തിരിഞ്ഞു. തമ്പിയെ വിളിക്കടാ. പേടിയോടെ സക്കറിയ വാതിലിനടുത്തേക്ക് നോക്കി. അപ്പോൾ സ്വീകരണ മുറിയിൽ നിന്ന് മാർദ്ദവമുള്ള ഒരു ശബ്ദം കേട്ടു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ വിമർശനങ്ങളും. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. നാളെ കാണാം. നന്ദി.